ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മറിയത്തിന്റെ സ്വർഗ സംവഹനം അഥവാ മറിയത്തിന്റെ നിദ്ര. സ്വർഗാരോപണം എന്ന വാക്ക് ശരിയല്ല. സ്വർഗത്തിലേക്ക് ഒന്നും ആരോപിക്കുകയല്ല. മോക്ഷക്കരേറ്റം എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. കരേറ്റം അല്ലെങ്കിൽ എടുക്കപ്പെടുക. ഈ സ്വർഗ സംവഹനം, മറിയത്തിന്റെ സ്വർഗ സംവഹനം, അതേക്കുറിച്ചുള്ള വിശ്വാസ സത്യ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിന്റെ ചരിത്രം, ബൈബിളിലെ തെളിവുകൾ, മറിയം ഉടലോടെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതിന്റെ ബൈബിളിലുള്ള തെളിവുകൾ, ഇത്രയും സംഗതികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ പടിപടിയായി അങ്ങനെയാണ് പോകുന്നത്. അതിനാൽ ഒരുവിധം എക്സോസ്റ്റീവായിട്ടുള്ള ഒരു പ്രബോധനമാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 2, വളരെ യുക്തിഭദ്രമായി തിരുവചനം, അതിന്റെ വ്യാഖ്യാനം, പിന്നെ അതിന്റെ ചരിത്രം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടുള്ളതാണ്. അതിനാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് ഇത് വികാരിച്ചമാർ, നിങ്ങളുടെ വികാരിച്ചമാരൊക്കെ അയക്കണം. നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അത് മറ്റനേകം പേർക്ക്, അതുപോലെ മറിയത്തെ എതിർക്കുന്നവരുണ്ട്, അവർക്കെല്ലാം അയച്ചു കൊടുക്കണം. നിങ്ങൾ അയച്ചു കൊടുക്കുന്നതോടെ നിങ്ങളൊരു പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുകയാണ്. എല്ലാ ക്രിസ്ത്യാനികളും പ്രേക്ഷിതന്മാരാണ്. നിങ്ങളത് ചെയ്യുന്നതിലൂടെ ഈ പ്രവൃത്തി അതായത് ഇങ്ങനെ അയച്ചു കൊടുക്കുകയും അവരോട് കാണാനായിട്ട് പറയുകയും വേണം. നിങ്ങൾ എൻ്റെ വ്യൂവേഴ്സ് ആദ്യം മുതൽ അവസാനം വരെയും കേൾക്കണം. കാരണം നിങ്ങൾ ഇത്രയും വിശദമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം, പക്ഷെ ഞാൻ പറയുന്ന തരത്തിൽ കേട്ടിരിക്കാൻ സാധ്യത കുറവാണ്. അതിനാൽ മനസ്സിരുത്തി ഈ തിരുനാളിന് മറിയത്തിന് കൊടുക്കുന്ന ഒരു കാണിക്കയായി, വഴിപാടായി ഈ വീഡിയോ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പാശ്ചാത്യ സഭ സ്വർഗ സംവഹനം എന്ന വാക്കാണ് ഉപയോഗിക്കണേ. അസംസിയോ എന്നാണ് ലത്തീൻ വാക്ക്. അതിൽ നിന്ന് അസംഷൻ, എടുക്കപ്പെടുക എന്നാണ് അർത്ഥം. ബീയിങ് ടേക്കൺ അപ്പ്. പൗരസ്ത്യ സഭകള് ഡൊർമീഷൻ ഓഫ് ദ തെയോത്തോക്കോസിന്റെ നിദ്ര, ഉറക്കം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് പാശ്ചാത്യ സഭ മറിയം മരിച്ചിട്ടാണോ ആത്മശരീരങ്ങളോട് എടുക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. മരിച്ചിട്ടാണ് എന്ന് വ്യക്തത വരുത്തുകയാണ് ഈ ഡൊർമീഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നതോടുകൂടി പൗരസ്ത്യ സഭകള്, അത് കത്തോലിക്കരും അകത്തോലിക്കരുമായിട്ടുള്ള പൗരസ്ത്യ സഭകള്. അക്കാരണത്താൽ തന്നെ കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന ഗ്രന്ഥത്തില് 966 നമ്പർ അല്ലെങ്കിൽ 967 ആ നമ്പറിൽ ഡൊർമീഷൻ, നിദ്ര, ഉറക്കം, മറിയ ദൈവമാതാവിന്റെ ഉറക്കം അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ വിശ്വാസ പ്രഖ്യാപനം 1950 നവംബർ മാസം 1-ാം തീയതി മുനിഫിച്ചെന്റിസിമുസ് ദേവുസ്, മഹാമനസ്കതയുള്ള ദൈവം എന്നാണ് വാക്കിനർത്ഥം. അങ്ങേയറ്റം ഔദാര്യമുള്ള ദൈവം. അതായത് ആ ശ്ലൈഹിക രേഖ, അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ ആയിട്ട് 2 വാക്കുകളാണ്. ആ ശ്ലൈഹിക രേഖയിലൂടെയാണ് 12-ാം പീയൂസ് മാർപ്പാപ്പ ഈ മറിയത്തിന്റെ സ്വർഗ സംവഹനം അല്ലെങ്കിൽ മോക്ഷക്കരേറ്റം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. പക്ഷെ അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വളരെ നീണ്ട ഒരു ഒരുക്കമുണ്ടായിരുന്നു. 1946 ചാക്രിക ലേഖനത്തിലെ ദൈഭാരെ വെർജിനിസ് മരിയെ എന്നാണ് ചാക്രിക ലേഖനം, ദൈവമാതാവായ കന്യകാ മറിയം. ആ ചാക്രിക ലേഖനത്തിലൂടെ ലോകമെമ്പാടുള്ള മെത്രാമാര്, അവരിലൂടെ സകലമാനം വൈദികര്, ദൈവജനം എന്നിവരോട് ഈ മോക്ഷക്കരാട്ടം അല്ലെങ്കിൽ മറിയത്തിന്റെ സ്വർഗ സംവഹനം എന്ന വിശ്വാസ പാരമ്പര്യത്തെക്കുറിച്ചുള്ള, മരിയ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു. അങ്ങനെ 1181 അഭിപ്രായങ്ങൾ, ഉത്തരങ്ങളാണ് വത്തിക്കാന് ലഭിച്ചത്. അതിൽ 6 മാത്രമാണ് ഇതൊരു വെളിപ്പെടുത്തപ്പെട്ട സത്യമാണോ എന്ന ശങ്ക പങ്കുവെച്ചത്. അതായത് 1181 ഉത്തരങ്ങളിൽ 6 പേര് മാത്രമാണ് ഇതൊരു വെളിപ്പെടുത്തപ്പെട്ട വിശ്വാസ സത്യമാണോ, വിശ്വാസ പാരമ്പര്യമുണ്ട്, ഇങ്ങനെ വിശ്വാസത്യമായി പ്രഖ്യാപിക്കണോ എന്ന ശങ്ക പ്രകടിപ്പിച്ചത് 6 പേര് മാത്രം. അപ്പോൾ നീണ്ട ഒരുക്കം നടത്തിയിട്ടാണ്
ഇതൊരു വിശ്വാസ സത്യമാറ്റി പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഇതിന്റെ പ്രായോഗിക കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. എന്താണ് ഈ വിശ്വാസ സത്യത്തിൽ പറഞ്ഞത്? അമലോത്ഭവയും നിത്യകന്യകയുമായ ദൈവമാതാവ് തന്റെ ഇഹലോകവാസം കഴിഞ്ഞപ്പോൾ സ്വർഗീയ തേജസ്സിലേക്ക് ആത്മശരീരങ്ങളോടെ എടുക്കപ്പെട്ടു എന്ന സത്യം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസ സത്യമാണെന്ന് നാം നിർവചിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ശ്ലൈഹിക രേഖയിലൂടെ മുനിഫിസെന്റിസിമുസ് ദേവുസ് എന്ന ശ്ലൈഹിക രേഖയിലൂടെ 12-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. അതിലെ ആ പ്രഖ്യാപനത്തിലെ 40-ാമത്തെ ഖണ്ഡം ഞാൻ എന്റേതായ തരത്തിലൊന്ന് തർജ്ജമ ചെയ്ത് അവതരിപ്പിക്കുകയാണ്. എത്രയും ബഹുമാന്യതയായ ദൈവമാതാവ് മുൻ നിശ്ചയപ്രകാരമുള്ള അവളുടെ അമലോത്ഭവത്താൽ യേശുക്രിസ്തുവിനോട് നിഗൂഢമായ വിധത്തിൽ അനാദി മുതലേ സംയോജിക്കപ്പെട്ടിരുന്നു. മുൻ നിശ്ചയപ്രകാരമുള്ള അവളുടെ അമലോത്ഭവത്താൽ യേശുക്രിസ്തുവിനോട് നിഗൂഢമായ വിധത്തിൽ അനാദി മുതലേ സംയോജിക്കപ്പെട്ടിരുന്നു. ദൈവിക മാതൃത്വത്തിൽ അവളെ എല്ലാം തികഞ്ഞ ഏറ്റവും പരിപൂർണതയുള്ള കന്യകയായിരുന്നു. ദിവ്യരക്ഷകന്റെ ഏറ്റവും കുലീന സഹകാരി എന്ന നിലയിൽ അവൾ പാപത്തിന്റെയും അതിന്റെ ഭൗര്യത്തിന്റെയും മേൽ സമ്പൂർണ്ണ വിജയം നേടി. അതാണല്ലോ പാപമില്ലാത്തവൾ അമലോത്ഭവ എന്ന വാക്കിനർത്ഥം. അവസാനം അവളുടെ എല്ലാ ഭാഗ്യങ്ങളുടെയും പരകോടിയായി അവളുടെ പുത്രനെ പോലെ കബറിടത്തിലെ അടുകളിൽ നിന്ന് വിമുക്തയാക്കപ്പെടുകയും സ്വർഗീയ തേജസ്സിലേക്ക് ദേഹദേഹികളോടെ എടുക്കപ്പെടുകയും അവിടെ യുഗങ്ങളുടെ നിത്യരാജാവായി വാഴുന്ന അവളുടെ പുത്രന്റെ വലത്ത് ഭാഗത്ത് രാജ്ഞിയായി ശോഭയോടെ ഇരിക്കുകയും ചെയ്യുന്നു. ഒരുപാട് സങ്കീർണമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ 1, 2 പ്രാവശ്യമൊക്കെ 3, 4 പ്രാവശ്യം കേട്ട് നോട്ടൊക്കെ കുറിച്ചാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഗ്രഹിക്കാൻ എളുപ്പമുണ്ട്. നമുക്കൊരു ചോദ്യം ചോദിക്കാം. സ്വർഗ സംവഹനം അല്ലെങ്കിൽ മോക്ഷക്കരേറ്റം എന്ന വിശ്വാസ സത്യത്തിൽ നാം വിശ്വസിക്കുന്നതിന്റെ അർത്ഥം എന്ത്? മറിയത്തിന്റെ മകനായ ക്രിസ്തുവിനെ പോലെ അവളും മരണത്തെ കീഴടക്കുകയും തന്റെ ഉണ്മയുടെ സാകല്യത്തിൽ, ബീയിങ്, സ്വത്വം, അതിന്റെ സാകല്യത്തിൽ, അതാണ് ആത്മശരീരങ്ങളോടെ എന്ന് പറഞ്ഞേ, ദേഹം ഇല്ലേ, ഉടലോടെ നമ്മൾ പറയുന്നതിന്റെ അർത്ഥം അതാണ്, സ്വർഗീയ തേജസ്സിൽ വിജയ ശ്രീലാളിതയായി പ്രശോഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. വിശുദ്ധ പൗലോസ് കോറിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തില് 15-ാമത്തെ അധ്യായം 21 മുതൽ 23 വരെ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ഒരു മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കും. ഓരോരുത്തരും താൻ താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. എല്ലാ മനുഷ്യരെയും കുറിച്ച് പൗലോസ് പറയുന്ന ഈ കാര്യം സഭ അവളുടെ അപ്രമാദിത്വമുള്ള പ്രബോധനാധികാരം ഉപയോഗിച്ച് മറിയത്തെക്കുറിച്ച് ക്ലിപ്തമായി, വ്യക്തമായി, പ്രിസൈസ് ആൻഡ് ക്ലിയർ പറഞ്ഞിരിക്കുന്നു. എല്ലാ ക്രിസ്ത്യാനികൾക്കുമുള്ള സംഗതി, പക്ഷെ മറിയത്തിന്റെ കാര്യത്തിൽ അത് വ്യക്തമായിട്ടും പിന്നെ ക്ലിപ്തമായിട്ടും സഭ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്ക് ഇത്രമാത്രം ഇഴുകിച്ചേർന്ന ദൈവമാതാവായ മറിയം, അത്രമാത്രം ഇഴുകിച്ചേർന്ന മറ്റാരുമില്ല. അവളുടെ ഭൗമിക ജീവിതത്തിന്റെ അവസാനത്തില് അവളുടെ സ്വത്വ സാകല്യത്തോടെ, ഉണ്മയുടെ സാകല്യത്തോടെ, സാകല്യം എന്ന് വെച്ചാൽ സകലം എല്ലാം, അതായത് ആത്മാവും ശരീരവും അല്ലേ, ആത്മശരീരം, അതിനാണ് ഉണ്മയുടെ സാകല്യം എന്ന് പറഞ്ഞത്. ആത്മശരീരങ്ങളോടെ, ദേഹങ്ങളോടെ തന്റെ പുത്രന്റെ ഉത്ഥാനത്തിൽ ഇപ്പോഴേ പങ്കുപറ്റിയിരിക്കുന്നു. നമുക്കൊന്നുകൂടി വായിക്കാം. ക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്ക് അത്രമാത്രം ഇഴുകിച്ചേർത്ത ദൈവമാതാവായ മറിയം അവരുടെ ഭൗമിക ജീവിതത്തിന്റെ അവസാനത്തില് അവരുടെ ഉണ്മയുടെ സാകല്യത്തോടെ, ആത്മശരീരങ്ങളോടെ തന്റെ പുത്രന്റെ ഉത്ഥാനത്തിൽ ഇപ്പോഴേ പങ്കുപറ്റിയിരിക്കുന്നു. അവസാന ശത്രുവായ മരണവും കീഴടക്കപ്പെടുന്ന യുഗാന്ത്യത്തിൽ 1 Corinthians 15:26 നമുക്ക് ലഭിക്കുമെന്ന് നാം പ്രത്യാശിക്കുന്ന, നാം കാത്തിരിക്കുന്ന ആ സംഗതിയില് മറിയം ഇപ്പോഴേ ജീവിക്കുന്നു. ശരീരത്തിലെ ഉയർപ്പും നിത്യമായ ജീവിതവും നാം നോക്കിപ്പാർക്കുന്നുവെന്ന് വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്.
അത് ഇപ്പോഴേ മറിയം ജീവിക്കുന്നു. ഇതാണ് ഈ വിശ്വാസ സത്യത്തിന്റെ രത്നചുരുക്കം. ഇങ്ങനെ ഇത് മറിയത്തിന്റെ സ്വർഗ സംവഹനം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കാനായി ചരിത്രം നമുക്ക് നോക്കാം. 1950 ഇത് വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ വിശ്വാസം സഭയുടെ ആരംഭകാലം മുതലേ ഉണ്ടായിരുന്നു. ആരംഭകാലം. അത് തെളിയിക്കാൻ ഞാൻ ഒരു തിരുവചനം ചൂണ്ടിക്കാണിക്കുകയാണ്. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. മഗ്നിഫിക്കാത്ത് എന്ന് പറയുന്ന മറിയത്തിന്റെ സ്തോത്രഗീതത്തില് മറിയം തന്നെ പറയുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 1:48. മറിയം ഈ മഗ്നിഫിക്കാത്ത് പാടിയത് BC 1 2 ആണ്. ലൂക്ക സുവിശേഷം രചിക്കുന്നത് 60കളുടെയോ 70കളുടെയോ അവസാനത്തിലാണ്. അതായത് മറിയം ഈ മഗ്നിഫിക്കാത്ത് പാടി 60 കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 70 കൊല്ലം കഴിഞ്ഞിട്ടോ ആണ് അത് രേഖപ്പെടുത്തപ്പെടുന്നത്. അന്ന്, അതായത് 70 കൊല്ലം കഴിഞ്ഞിട്ട് 60 കൊല്ലം അല്ലെങ്കിൽ 70 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം ലൂക്ക അത് എഴുതുമ്പോൾ ലൂക്ക സഭയിൽ നിന്നൊരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അതായത് യേശുക്രിസ്തു മരിച്ച AD 33 അന്ന് മുതല് ലൂക്ക സുവിശേഷം വരുന്ന കാലയളവിൽ എല്ലാ തലമുറകളും മറിയത്തെ ഭാഗ്യവതിയെ പ്രകീർത്തിക്കുന്നുണ്ട്. സഭയിൽ നിലനിന്നിരുന്ന കാര്യമാണ് ലൂക്ക എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ ലൂക്ക എഴുതി വെച്ചിട്ട് സഭയിലേക്ക് സ്വീകരിക്കല്ലോ. സഭയിൽ നിലനിന്നിരുന്ന വചന പാരമ്പര്യമാണ് ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സഭയില് AD 33 അല്ലെങ്കിൽ 30-33 ക്രിസ്തു മരിച്ചത് 30-ലോ 33-ലോ ആ കാലം മുതല് ലൂക്ക സുവിശേഷം എഴുതുന്ന വരെയും സകല തലമുറകളും മറിയത്തെ ഭാഗ്യവതിയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ സഭയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള മറിയത്തിന്റെ പ്രവചനമാണ് ഈ തിരുവചനം. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന മറിയത്തിന്റെ ആ പ്രവചനമാണത്. സഭാചരിത്രത്തിൽ മറിയത്തെ സ്ഥിരമായി ഓർക്കുമെന്നുള്ള പ്രവചനം. അതിനാൽ മറിയത്തെ സഭ പ്രകീർത്തിക്കുന്നത് തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല അവളുടെ മകനായ ക്രിസ്തുവുമായി പരിപൂർണമായ യോജിപ്പിലുമാണ്. ഈ തിരുവചനം യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആ തിരുവചനത്തിലാണ് മറിയത്തെക്കുറിച്ചുള്ള വചനം. ഈ ക്രിസ്തുവിനെയാണ് മറിയം ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതിനാൽ അവളുടെ മകനായ ക്രിസ്തുവുമായി എല്ലാ തരത്തിലും പരിപൂർണ യോജിപ്പിലാണ് ഈ മറിയം. എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തുമുള്ള സഭ ഇക്കാര്യം ചെയ്യണം. ഏത് കാര്യം? സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇത് തിരുവചനമാണ്. ഈ തിരുവചനം അനുസരിക്കാൻ എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തുമുള്ള സഭ, സത്യസഭ ചെയ്യേണ്ടതുണ്ട്. അതാണ് കത്തോലിക്ക സഭയും അതുപോലുള്ള സൈഹിക സഭകളും ചെയ്യുന്നത്. അത് ചെയ്യാത്തവര് ഈ തിരുവചനത്തെ അങ്ങേയറ്റം അനാദരിക്കുന്നു, തിരുവചനത്തിനെതിരെ തെറ്റ് ചെയ്യുന്നു. ഞാൻ ആവർത്തിക്കുകയാണ്, ലൂക്കാസ് സുവിശേഷം രചിക്കുന്ന കാലത്ത് തന്നെ മറിയത്തെ സകല തലമുറകളും ഭാഗ്യവതിയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസ പാരമ്പര്യം സഭയിൽ ഉണ്ടായിരുന്നു. ആ വിശ്വാസ പാരമ്പര്യം, വചന പാരമ്പര്യമാണ് ലൂക്ക എഴുതി വെക്കുന്നത്. അങ്ങനെ AD 30 BC 1-ലോ 2-ലോ മറിയം പറഞ്ഞു. AD 30-33 മുതലുള്ള സഭയില് അത് ഇങ്ങനെ പ്രകീർത്തിച്ചില്ലായിരുന്നെങ്കിൽ ലൂക്ക ഈ വചനം എഴുതുമായിരുന്നോ? സകല തലമുറകളുടെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന വചനം ഈ AD 33 തൊട്ട് 60 അല്ലെങ്കിൽ 70 വരെ സഭയിൽ മറിയത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഗതി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു വചനം ലൂക്കാസ് എഴുതുമായിരുന്നോ? എഴുതുമായിരുന്നില്ല. അത് അന്യം നിന്ന് പോയ കാര്യമല്ലേ? 10-60-70 വർഷം മുമ്പ് അന്യം നിന്ന് പോയ കാര്യം ഇപ്പോഴെന്തിനാ എഴുതി വെക്കണേ? അപ്പോ അന്യം നിന്ന് പോയ കാര്യമല്ല. സഭയിൽ ലൂക്കാസ് സുവിശേഷം എഴുതുന്ന കാലത്ത്, അതായത് ആദിമ സഭയുടെ ആദ്യം തൊട്ട് മറിയത്തെ പ്രകീർത്തിക്കുന്ന വിശ്വാസ വചന പാരമ്പര്യം സഭയിൽ നിലനിന്നിരുന്നു. ആ നിന്നിരുന്ന പാരമ്പര്യമാണ്, വചനമാണ് ലൂക്കാസ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ വിശദാംശങ്ങൾ പിന്നെ കാണാം. ഈ മറിയത്തെ പ്രകീർത്തിക്കുന്ന സഭയിൽ ഓക്കെ, സമ്മതിച്ചു. പക്ഷെ മറിയം ഉടലോടെ സ്വർഗത്തിലാണ് എന്ന് പറയാൻ എന്താ തെളിവ്? അതിന് തെളിവ് വെളിപാട് ഗ്രന്ഥം 11-19 മുതൽ 12-1 വരെയാണ്. അതേക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ കാണാൻ വരുന്നു. അപ്പൊ മറിയം ഉടലോടെയാണ് സ്വർഗത്തിൽ
എന്ന കാര്യവും ഈ ആരംഭകാലം മുതൽ തൊട്ടേ നിലനിന്നിരുന്നു. വെളിപാട് ഗ്രന്ഥം രചിക്കപ്പെടുന്നത് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില്, അല്ലാതെ 20-ാം നൂറ്റാണ്ടിലല്ല. ആ വെളിപാട് ഗ്രന്ഥം പറഞ്ഞിരിക്കുകയാണ് മറിയം ഉടലോടെ സ്വർഗത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 1950 മറിയത്തിന് സ്വർഗസംവഹനം വിശ്വാസത്യമായി പ്രഖ്യാപിച്ചതിന് ശേഷമല്ല ഈ ആചാരം അല്ലെങ്കിൽ തിരുനാൾ തുടങ്ങിയത്. സഭയുടെ ആരംഭകാലം മുതലേയുള്ള ആ വിശ്വാസ പാരമ്പര്യം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് മാത്രമാണ് 1950. ഇനി ഞാൻ കുറച്ചുകൂടി ചരിത്രത്തിലേക്ക് പോകുകയാണ്. ഈ തിരുവചനങ്ങൾ വെളിച്ചത്തിൽ സഭയിൽ ഉണ്ടായ പാരമ്പര്യങ്ങൾ AD 250-300 കാലയളവിൽ രചിക്കപ്പെട്ട മറിയത്തിന്റെ വിശ്രമം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ലീബർ റെക്വയി മരിയെ എന്നാണ് ലത്തീനില്. ദ ബുക്ക് ഓഫ് മേരീസ് റീപോസ്, മറിയത്തിന്റെ വിശ്രമത്തെക്കുറിച്ചുള്ള ഗ്രന്ഥം, അങ്ങനെയാണ് പുസ്തകത്തിന്റെ പേര്. AD 250-300 കാലയളവിൽ എഴുതപ്പെട്ടതാണ്. എത്യോപ്യൻ ഭാഷയിൽ ഈ ഗ്രന്ഥത്തിന്റെ പൂർണ്ണ രൂപത്തിലുള്ള തർജ്ജമയുണ്ട്. അതില് ഈ ഡൊർമീഷൻ ഓഫ് ദ തെയത്തോക്കോസ്, മറിയത്തിന്റെ ഉറക്കം, അതായത് മറിയത്തിന്റെ മരണം പിന്നെ സ്വർഗത്തിലേക്ക് സംവഹനം, അത് മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിനെയാണ് ഈ ഡൊർമീഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേക്കുറിച്ച് AD ക്രിസ്തുവർഷം 250-300 കാലയളവിൽ രചിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്രാമാണിക ഗ്രന്ഥമാണ്. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എല്ലാ അപ്രാമാണിക ഗ്രന്ഥത്തിലും സത്യത്തിന്റെ അംശങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിൽ അതിശയോക്തിയോ അങ്ങനെ ഈ അത്യുക്തിയോ ഉള്ളത് കൊണ്ടാണ്, പിന്നെ ചിലപ്പോൾ അബദ്ധ സിദ്ധാന്തങ്ങൾ ചിലർക്ക് വരാം. അതുകൊണ്ടാണ് അത് അപ്പോക്രിഫിയായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പാരമ്പര്യം അതിനകത്ത് സത്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. തിരുവചനങ്ങളിലെ ചില സത്യങ്ങൾ ഈ അപ്രമാണിക ഗ്രന്ഥങ്ങളിലുണ്ട്. 4-ാം നൂറ്റാണ്ടിലും പിന്നെ 5-6 നൂറ്റാണ്ടിൽ, 4-ാം നൂറ്റാണ്ടിൽ തുടങ്ങി രചിക്കപ്പെട്ട സുറിയാനി ഭാഷയിൽ രചിക്കപ്പെട്ട നിദ്രാവിവരണത്തിന്റെ 6 ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. നിദ്രാവിവരണത്തിന്റെ 6 ഗ്രന്ഥങ്ങൾ, 6 ബുക്സ് ഡൊർമീഷൻ നാരറ്റീവ്സ് എന്നാണ് അതിന്റെ പേര്. 6 ബുക്സ് ഡൊർമീഷൻ നാരറ്റീവ്സ്, നിദ്രാവിവരണത്തിന്റെ 6 ഗ്രന്ഥങ്ങൾ 4-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ്. അതില് ഈ മറിയത്തിന്റെ സ്വർഗസംവഹനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൈപ്രസിലെ സലാമിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മെത്രാനായിരുന്നു എപ്പിഫാനിയസ്. 310 മുതൽ 403 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. AD 310 മുതൽ 403 വരെ. അദ്ദേഹം പറയാണ്, അദ്ദേഹം വലിയൊരു ഗവേഷണം നടത്തി. എന്നിട്ട് പറയാ, മറിയത്തിന്റെ ജീവിതാവസാനം എങ്ങനെയായിരുന്നെന്ന് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല, കൃത്യമായ തെളിവുകൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ മറിയം ഏലിയായെ പോലെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു. അതായത് മറിയം മരിച്ചിട്ടാണോ എടുക്കപ്പെട്ടത്, മരിക്കാതെയാണോ എടുക്കപ്പെട്ടത്, അത് ജീവിതാവസാനം എനിക്കറിയില്ല. പക്ഷെ ഏലിയായെ പോലെ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയായിരുന്നു. സൈപ്രസിലെ മെത്രാനായിരുന്ന, സൈപ്രസിലെ സ്ഥലമാണ് സലാമിസ്, അവിടുത്തെ മെത്രാനായിരുന്ന എപ്പിഫാനിയസ് പറയുന്നതാണ്. നമ്മുടെ നാഥയുടെ മരണത്തെക്കുറിച്ച് എന്നൊരു രചനയുണ്ട് 5-ാം നൂറ്റാണ്ടിൽ. അത് ദേ ഒബിത്തു സെൻ ഡൊമിനെ എന്നാണ്, നമ്മുടെ വിശുദ്ധ നാഥയുടെ മരണത്തെക്കുറിച്ച് എന്നാണ് അതിന്റെ അർത്ഥം. ആ രചന 5-ാം നൂറ്റാണ്ടിലാണ്. അതില് മറിയത്തിന്റെ സ്വർഗസംവഹനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കന്യകയുടെ പുറപ്പാട്, ദ ട്രാൻസിറ്റ് ടു വെർജിൻസ്, പുറപ്പാട് ട്രാൻസിറ്റ് അല്ലേ, പുറപ്പെടൽ, മുകളിലേക്കുള്ള പോക്ക്. ദേ ട്രാൻസിറ്റ് ടു വെർജിനിസ്, കന്യകയുടെ പുറപ്പാട്. സാർദിസിലെ വിശുദ്ധ മെലിറ്റോ അത് രചിച്ചു എന്നാണ് വിചാരിക്കപ്പെടുന്നത്. അത് മറിയത്തിന്റെ സ്വർഗസംവഹനത്തെ കുറിച്ചാണ്. ദ ട്രാൻസിറ്റ് ഓഫ് മരിയെ എന്ന ഒരു പുസ്തകമുണ്ട്, പാസിംഗ് ഓഫ് മേരി, അതായത് മറിയത്തിന്റെ കരയേറ്റം, മറിയത്തിന്റെ പുറപ്പെടല്. അതായത് ആ ഗ്രന്ഥം പറയുന്നത് ഓരോ അപ്പസ്തോലനും തങ്ങളുടെ പ്രേക്ഷിത സ്ഥലത്തു നിന്ന് മറിയത്തിന്റെ മരണക്കിടക്കിലേക്ക് വെള്ളമേഘങ്ങളിൽ വഹിക്കപ്പെട്ട് എത്തിയെന്നാണ്. ഇത് വിവരണങ്ങളിൽ അത്യുക്തിയുണ്ട്, അതിശയോക്തിയുണ്ട്. വെള്ളമേഘങ്ങളിൽ വന്നു. തോമാസ് ലീഗ് അങ്ങനെ വന്നത് മയിലിന്റെ പുറത്താണ് എന്നൊരു പാരമ്പര്യമുണ്ട്. ഞാൻ ഇതൊക്കെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോമാസ് ലീഗിനെ കുറിച്ചുള്ള വിവരണത്തില്. അതായത് ആ മയിലെന്ന് പറയുന്നത് മയിലല്ല, സഞ്ചരിച്ച കപ്പലിന്റെ അല്ലെങ്കിൽ വാഹനത്തിന്റെ പേരാണ് എന്നാണ് ഒരു പാരമ്പര്യം. ഇവരിങ്ങനെ എല്ലാവരും എങ്ങനെ എത്തിപ്പെട്ടു എന്നത് ആദ്യ നൂറ്റാണ്ടിലത്തെ കാര്യം പറയണേ. അന്ന് എങ്ങനെ അവർ എത്തിപ്പെട്ടു എന്നുള്ളത് വലിയ വിസ്മയായിരുന്നു. ഇന്നത്തെ പോലെ ഫ്ലൈറ്റും ഒന്നും ഇല്ലാത്തൊരു കാലത്ത് എങ്ങനെ മറിയത്തിന്റെ മരണ നേരത്തെ എല്ലാവരോടും എത്തിപ്പെട്ടു, അതൊരു വിസ്മയായിരുന്നു. ആ വിസ്മയത്തിൽ ആശ്ചര്യപ്പെട്ട് അവര് കഥകൾ എഴുതിയപ്പോൾ അതിശയോക്തി വന്നെന്നാണ്. എന്ന് എല്ലാവരോടും എത്തിയില്ല എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവില്ല, എത്തി എന്നാണ് ഈ ഗ്രന്ഥം പറയണേ. അപ്പോൾ മരണക്കിടക്കയിലേക്ക് എല്ലാ അപ്പസ്തോലന്മാരും തങ്ങളുടെ പ്രേക്ഷിത സ്ഥലത്ത് അവിടെ എത്തി. തീർന്നില്ല, തോമസ് ലീഗ എത്തിയപ്പോഴേക്കും വൈകി.
മറിയത്തെ അടക്കം ചെയ്തു. മറിയം തോമസ് വാശി പിടിച്ച് കാണണമെന്നും വാശി പിടിച്ചു. കല്ലറ തുറന്നപ്പോൾ മറിയത്തിന്റെ ശരീരം അവിടെ ഇല്ല. മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അത് ഈ ഗ്രന്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്, ദ ട്രാൻസിറ്റോസ് മരിയെ. ഞാൻ ആവർത്തിക്കുന്നു, അതിശയോക്തി ധാരാളമുണ്ട്. പക്ഷേ അല്പം അതിശയോക്തി ഉണ്ട് എന്ന് കരുതിയിട്ട് അതിനകത്ത് സത്യമില്ല എന്ന് വാദിക്കരുത്. അതിനൊരു തെളിവാണ് ഞാൻ പറയുന്നത്. ഇത് 4-ാം നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ടിലൊക്കെ എഴുതപ്പെട്ടിട്ട് 8-ാം നൂറ്റാണ്ടില് ജോൺ ഡമഷീൻ ഇതിന്റെ ഈസ്റ്റേൺ പൗരസ്ത്യ പാരമ്പര്യത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് എഡിഷൻ ആയിട്ട് അദ്ദേഹം പറയുന്നത് ഈ തോമസ് ലീഗയുടെ കഥയെല്ലാം 8-ാം നൂറ്റാണ്ടില് ജോൺ ഡമഷീൻ അത് കുറച്ചുകൂടി അതിന്റെ അത്യുക്തിയും അതിശയോക്തിയൊക്കെ അതിങ്ങനെ കളഞ്ഞിട്ട് അതിന്റെ സത്യാവസ്ഥ സ്ഥാപിക്കുന്നുണ്ട്. ജോൺ ഓഫ് ഡമാസ്കസ് പൗരസ്ത്യ പാരമ്പര്യം അദ്ദേഹം വളരെ ശക്തമായിട്ട് മുറുകെ പിടിക്കുകയാണ്. ഇത്രയും ചരിത്രം, അതായത് ഞാൻ ആദ്യ നൂറ്റാണ്ടില് മറിയത്തെ പ്രകീർത്തിച്ചിരുന്നതും ഉടലോടെ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ വിശ്വസിച്ചിരുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ സഭാപിതാക്കന്മാരും വിവിധ പാരമ്പര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇതാണ് ചരിത്രം. ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ബൈബിളിൽ ഇതിന് തെളിവുണ്ടോ? എല്ലാവരും ചോദിക്കുന്ന സംഗതിയാണ്. മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ബൈബിളിൽ തെളിവുണ്ടോ? നമുക്ക് ചോദ്യം കുറച്ചുകൂടി വ്യക്തമാക്കാം. മരണത്തിന്റെ മേലുള്ള അന്തിമ വിജയം മറിയത്തില് മുൻകൂറായി സംഭവിച്ചുവെന്ന് വിശ്വസിക്കാനുള്ള തെളിവുകൾ എന്ത്? മരണത്തിന്റെ മേലുള്ള വിജയം അതാണല്ലോ തിരുവുത്ഥാനം, ശരീരത്തിൽ ഉയർപ്പിനെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ മരണത്തിന്റെ മേലുള്ള അന്തിമ വിജയം അത് മറിയത്തിൽ മുൻകൂറായി സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ, അതാണ് മറിയത്തിന്റെ സ്വർഗ സംവഹനം. അങ്ങനെ വിശ്വസിക്കാനുള്ള തെളിവുകൾ എന്ത്? അതിന്റെ വേരുകൾ എവിടെയാണ്? സ്വർഗ സംവഹനം വഴി മറിയത്തെ സ്വർഗത്തിൽ മഹത്വവൽക്കരിക്കാൻ ഉള്ള കാരണം എന്ത്? ദൈവം മറിയത്തെ സ്വർഗ സംവഹനം വഴി സ്വർഗത്തിൽ അവളെ മഹത്വവൽക്കരിക്കാൻ കാരണമെന്ത്? ഒന്നാമത്തെ തെളിവ് നസ്രത്തിലെ കന്യകയുടെ വിശ്വാസം തന്നെയാണ് അതിന്റെ ആദ്യത്തെ തെളിവ്. ഗബ്രിയേൽ മാലാഖ വഴി ദൈവം കൊടുത്തുവിട്ട ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും ദൈവം മുൻകൈയെടുത്ത ദൈവിക പ്രവൃത്തിക്ക് തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയും ചെയ്ത നസ്രത്തിലെ മറിയം. ലൂക്കായുടെ സുവിശേഷം 26 മുതൽ 56 വരെ വാക്യങ്ങള്. മാലാഖ വഴി ദൈവം കൊടുത്തുവിട്ട ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും അങ്ങ് പറഞ്ഞ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ, ദൈവം മുൻകൈയെടുത്ത ദൈവിക പ്രവൃത്തിക്ക് തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയും ചെയ്തു. മറിയത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അവളുടെ വിശ്വാസമാണ്. അതിനാൽ വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക 1:45. വിശ്വസിച്ചവൾ ഭാഗ്യവതി. അങ്ങനെയാണ് എലിസബത്ത് അവളെ വിളിക്കണേ. ആരാണ് എന്റെ സഹോദരന്മാർ, ആരാണ് സഹോദരി, ആരാണ് അമ്മ എന്ന് യേശു ചോദിച്ചിരുന്നു. യേശുവിന് ഉത്തരം കൊടുത്തു, എന്റെ പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുന്നവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. അങ്ങനെ ആത്മീയ മാതൃത്വം യേശു നിർവചിക്കുകയാണ്. യുഗാന്ത കുടുംബം എന്നൊക്കെ അതിന് വിശേഷിപ്പിക്കും. അതായത് യേശുവിന്റെ ശരിക്കുള്ള അമ്മയും സഹോദരൻ സഹോദരി ആരാണ്? ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവര്. അതിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന ആരാണ്? മറിയമല്ലേ? അങ്ങയുടെ വചനം പോലെ എന്നിലാകട്ടെ, ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവരാണ് യേശുവിന്റെ അമ്മയും സഹോദരൻ സഹോദരിയുമെങ്കിൽ മറിയമാണ് ആ ഗണത്തിൽപ്പെടുക. അപ്പൊ രണ്ട് അർത്ഥത്തിലും മറിയം അമ്മയാണ്. മറിയം യേശുവിനെ ശാരീരികമായി ജന്മം കൊടുത്തു, ശാരീരിക മാതാവാണ്. ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവളാണ് എന്റെ അമ്മ, അതായത് ആത്മീയ മാതൃത്വം. ആ ആത്മീയ മാതാവുമാണ് മറിയം. യേശു നിർവചിച്ച പുതിയ നിർവചനത്തിലെ ആ പുതിയ നിർവചനത്തിലെ അമ്മയും മറിയം തന്നെയാണ്. അങ്ങയുടെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വചനം കേട്ട് പാലിച്ച ഒന്നാമത്തെ ആളാണ് മറിയം. ഞാൻ ആവർത്തിക്കുകയാണ്, മറിയം യേശുവിന്റെ ശാരീരിക മാതാവും ആത്മീയ മാതാവുമായി. ശാരീരിക മാതാവ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ജന്മം കൊടുക്കുക,
ആത്മീയ മാതാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുക. തീർന്നില്ല. പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ സുവിശേഷ ഭാഗ്യം, ബെയാറ്റിറ്റ്യൂഡ്, മറിയത്തെക്കുറിച്ചാണ്. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദരിദ്രരെ ഭാഗ്യവാന്മാർ, ശാന്തശീലരെ ഭാഗ്യവാന്മാർ. അങ്ങനെ കർത്താവ് സുവിശേഷ ഭാഗ്യങ്ങൾ അരുളി ചെയ്യുന്നതിന് മുൻപ് എലിസബത്ത് മറിയത്തെക്കുറിച്ച് സുവിശേഷ ഭാഗ്യം അരുളി ചെയ്തിരിക്കുന്നു. വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക 1:45. തീർന്നില്ല. ഈ ഭാഗ്യത്തിന്റെ കൂടെ ഒരു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. എലിസബത്ത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. നോക്കുക, ആ രണ്ട് സ്ഥലത്തും പറഞ്ഞിരിക്കുന്ന വചനം ഒന്ന് തന്നെയാ. നീ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, നിന്റെ ഉദരത്തിൻ ഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. യേശു അനുഗ്രഹിക്കപ്പെട്ടത് എന്നതിന് ഉപയോഗിക്കുന്ന അതേ വാക്കാണ് മറിയം അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ക്രിസ്തുവിനോട് എല്ലാ അർത്ഥത്തിലും സംയോജിക്കപ്പെട്ടവളാണ് തെയോത്തോക്കോസായ ദൈവമാതാവായ മറിയം. മറിയത്തിന്റെ ഗർഭത്തിലുള്ള യേശു അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് പോലെ മറിയവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നീ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. മറിയത്തെക്കുറിച്ച് 32 സംഭവങ്ങളുണ്ട് പുതിയ നിയമത്തില്. ആ തിരുവചനങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതുമാണ്. ഒന്ന് മറ്റൊന്നിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തിരുവചനങ്ങളെല്ലാം ബന്ധപ്പെടുത്തിയേ നമുക്ക് മറിയത്തെക്കുറിച്ച് കാണാൻ പറ്റൂ. ഈ മോരും മുതിരയും പോലെ ഈ വചനം ആ വചനത്തിനെതിരെ, ഈ വചനം മറ്റു വചനത്തിനെതിരെ, അത് പെന്തക്കോസ്ത് ദൈവസഭക്കാരുടെയും യഹോവ സാക്ഷികളുടെയും രീതിയാണ്. അത് ക്രിസ്ത്യാനികളുടെ രീതിയല്ല, മുസ്ലിമിന്റെ രീതിയാണ്. കാരണം ബൈബിളിൽ ഒരു വചനവും മറ്റൊരു വചനത്തെ ഖണ്ഡിക്കുന്നില്ല, പൂരകമാക്കുന്നേ ഉള്ളൂ. ഒരു വചനത്തിന് വിരുദ്ധമായിട്ട് മറ്റൊരു വചനം ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ല. പണ്ടൊക്കെ ദൈവശാസ്ത്രന്മാരങ്ങനെ പഠിപ്പിച്ചിരുന്നുണ്ടാവാം, ഇപ്പൊ ആരും പഠിപ്പിക്കുന്നില്ല. കാരണം യഥാർത്ഥ അർത്ഥം മനസ്സിലായാൽ ഒരു വചനം, ബൈബിൾ ഒരു വചനവും മറ്റൊരു വചനം ഖണ്ഡിക്കുന്നില്ല. ചില വചനങ്ങൾക്ക് ഇല്ലേ ഒരു തിരുത്തലോ അല്ലെങ്കിൽ ഒരു പൂർണ്ണത വരുത്തിയിട്ടുണ്ട്, അല്ലാതെ ഖണ്ഡിച്ചിട്ടില്ല. അതായത് മനുഷ്യര് ദൈവം പറഞ്ഞെങ്കിലും മനുഷ്യർ മനസ്സിലാക്കിയതിൽ വ്യത്യാസം വരാം. അത് പൂർണ്ണത, ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ആ വചനം ഇങ്ങനെയാണ് എന്ന് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തിരുത്തല്ല, വചനത്തിന്റെ പൊരുൾ വെളിപ്പെടുത്തുന്നു. ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്, പഴയ നിയമത്തിലെ വചനങ്ങള് ഉടമസ്ഥനെ കാത്തു കിടക്കുകയായിരുന്നു. പല വചനങ്ങൾക്കും അർത്ഥം അറിയില്ലായിരുന്നു. ഉടമസ്ഥൻ വന്നപ്പോഴാണ്, വചനത്തിന്റെ ഉടമസ്ഥൻ ആരാ? ദൈവം. ദൈവം തന്നെ ഭൂമിയിൽ വന്നപ്പോഴാണ് പഴയ നിയമത്തിലെ വചനത്തിന് അർത്ഥം കിട്ടിയത്. അതുവരെയും അതിന്റെ അർത്ഥം കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ദൈവം, വചനത്തിന് ഉടമസ്ഥൻ, ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോഴാണ് പഴയ നിയമത്തിലെ വചനത്തിന് അർത്ഥം കിട്ടിയത്. അത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞത്. അല്ലാതെ ബൈബിളിൽ ഒരു വചനവും വൈരുദ്ധ്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിനാൽ ഈ വചനത്തെ ഖണ്ഡിക്കാൻ മറ്റൊരു വചനം കൊണ്ടുവരിക, ആ വചനത്തെ ഖണ്ഡിക്കാൻ ഈ വചനം കൊണ്ടുവരിക, അത് ഇസ്ലാമിന്റെ രീതിയാണ്, ക്രിസ്ത്യാനികളുടെ രീതിയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നവര് ഇസ്ലാമിന്റെ സ്വാധീനത്തിൽ പറയുന്നവരാണ്, ഒരു വചനത്തിനെതിരെ മറുവചനം കൊണ്ടുവരുന്നവര്. മറിച്ച് മറിയത്തെക്കുറിച്ചുള്ള 32 സംഭവങ്ങളും ബന്ധപ്പെടുത്തിയാണ് ക്രിസ്ത്യാനികൾ പഠിക്കുന്നത്. അതില് 3 വചനങ്ങൾ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു, ഹൈറേ കെഹരിത്തോമനെ, കെഹരിത്തോമനെ. കൃപ നിറഞ്ഞവളെ എന്നാണ്, അല്ലെങ്കിൽ നന്മ നിറഞ്ഞവളെ എന്നാണ് പല പരിഭാഷകളും. ചിലര് നിറഞ്ഞവൾ എന്ന വാക്കില്ല, കൃപയുള്ളവളെ എന്ന് പറയുള്ളൂ. ഈ കൃപ നിറഞ്ഞവൾ എന്നതിന് വേറൊരു വാക്കുണ്ട്. നടപടി ഗ്രന്ഥത്തില് സ്തെഫാനസിനെ കുറിച്ച് പറയുമ്പോൾ 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കൃപ നിറഞ്ഞവൻ എന്ന് പറയുന്നുണ്ട്. അതിന് ഉപയോഗിക്കുന്ന വാക്ക് പ്ലേരസ് ഹാരിത്താസ് എന്നാണ്. പ്ലേരസ് ഹാരിത്താസ്, അത് കൃപ നിറഞ്ഞവൾ എന്നാണ്. ആ വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലേരസ് ഹാരിത്താസ് എന്ന് പറഞ്ഞാൽ കൃപ നിറഞ്ഞവൻ എന്നാണ്. എസ്തപ്പാനസ് കൃപ നിറഞ്ഞവനാണ്. മറിയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്ലേരസ് ഹാരിത്താസ് എന്നല്ല, കൃപ നിറഞ്ഞവൾ എന്നല്ല, ഖെഹരിത്തോമനെ എന്നാണ്.
ഞാൻ അമലോത്ഭവത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ വിശദമായിട്ട് ഈ വാക്ക് അങ്ങനെ 3 വാക്കുകളുടെ ഇത് സങ്കരമാണിത്. 3 വാക്കുകൾ ചേർത്താണ് ഇത് ഉണ്ടാക്കിയത്. അത് വിശദമായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വിശദാംശങ്ങൾ പോകാതെ ഇതിന്റെ വാക്ക് ഞാൻ പറയാണ്. ഇതിനർത്ഥം കൃപ നിറഞ്ഞവളെ നെഞ്ചൽ പോരാ, പണ്ട് മുതലേ കൃപ നിറഞ്ഞവളായിരിക്കുന്നവളെ എന്നാണ് വേണ്ടത്. അനാദി മുതലേ കൃപ കൊണ്ട് നിറഞ്ഞ് ഇപ്പോഴും നിറഞ്ഞ് ഭാവിയിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്നവളെന്നാണ് ആ വാക്കിനർത്ഥം. കെഹരിത്തോമൻ എന്ന വാക്കിന് പണ്ട് മുതലേ കൃപ നിറഞ്ഞവളും ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നവളും ഇനി അങ്ങോട്ട് ആയിരിക്കുന്നവളും എന്നാണ് അർത്ഥം. അതിനാൽ കൃപ നിറഞ്ഞവളെന്നും പറഞ്ഞാൽ പോരാ, നന്മ നിറഞ്ഞവളെന്ന് പറഞ്ഞാൽ പോരാ. അത് എസ്തഫാനോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാ. അതിനേക്കാളൊക്കെ ആഴമേറിയ അർത്ഥമുണ്ട്. അതായത് the channel of God's grace has been on to you from the foundation of the world now and will continue in the future എന്നാണ് ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം. ദൈവത്തിന്റെ കൃപയുടെ നീർച്ചാല് അനാദി മുതലേ നിന്നിലാണ്, ഇപ്പോഴാണ്, ഭാവിയിലായിരിക്കും എന്നാണ് ആ വാക്കിനർത്ഥം. കെഹരിത്തോമനെ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറിയം അമലോത്ഭവയാണെന്ന് 1854 കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചത്. ഈ തിരുവചനത്തിന്റെ വ്യാഖ്യാനമാണത്, അല്ലാണ്ട് കത്തോലിക്ക സഭ കണ്ടെത്തിയതല്ല. മറിയം അമലോത്ഭവയാണെന്ന് കത്തോലിക്ക സഭ കണ്ടെത്തിയതല്ല. ഗബ്രിയേൽ മാലാഖ ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞ വചനം, ആ വചന അർത്ഥം വ്യാഖ്യാനിക്കുക മാത്രമാണ് സഭ ചെയ്തത്. മറിയം അമലോത്ഭവയാണെന്ന് പറഞ്ഞപ്പോൾ അത് 1854. രണ്ടാമത്തെ തിരുവചനം, കർത്താവിന്റെ അമ്മ എന്ന് എലിസബത്ത് മറിയത്തെ വിളിച്ചു. കർത്താവിന്റെ അമ്മ, എന്റെ കർത്താവിന്റെ അമ്മ. അദോണായി ഹീബ്രുവില് അദോണായി എന്ന് പറഞ്ഞ യാഹ്വേ, എന്റെ യാഹ്വയുടെ അമ്മ. അത് എന്റെ നാഥന്റെ അമ്മ എന്നൊന്നും അല്ല അർത്ഥം. യാഹ്വേ എന്നാണ്, കർത്താവിന്റെ അമ്മ എന്നാണ്. കർത്താവിന്റെ അമ്മ, ആ കർത്താവ് ദൈവം തന്നെയായ പുത്രനാണ്. അതിനാൽ ദൈവമാതാവ് എന്ന് പാശ്ചാത്യ സഭയിലും തെയോത്തോക്കോസ് എന്ന് പൗരസ്ത്യ സഭകളും വിളിക്കണം. തെയോത്തോക്കസിന്റെ അർത്ഥമൊക്കെ ഞാൻ ഈ ശൂനോയോ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അടുത്ത ദിവസങ്ങളിലായിരുന്നു. അപ്പൊ ഞാൻ വിശദാംശങ്ങളിൽ പോകുന്നില്ല. കർത്താവിന്റെ അമ്മ, എന്റെ യാഹ്വയുടെ അമ്മ എന്ന് വെച്ചാൽ ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല അർത്ഥം. ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല അർത്ഥം. അവൾ പ്രസവിച്ച കുഞ്ഞ് ദൈവമായിരുന്നു എന്നാണ്. അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്നെയായ പുത്രനാണ്. അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്നെയായ പുത്രനാണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാതെ പരിശുദ്ധ തൃത്വത്തെ പ്രസവിച്ചവൾ എന്നല്ല. മറിയത്തിൽ നിന്ന് ജനിച്ച ശിശു ദൈവം തന്നെയായിരുന്നു, ദൈവം തന്നെയായ പുത്രനായിരുന്നു, പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആളായിരുന്നു. അതാണ് ദൈവമാതാവ് എന്ന വാക്കിനർത്ഥം. ഇത് രണ്ടാമത്തെ. ഇത് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യത്തെ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് തിരുവചനം വിളിക്കുന്നതിനെ, വിശേഷിപ്പിക്കുന്നതിനെ സഭ വ്യാഖ്യാനിച്ചതാണ് തെയോത്തോക്കോസ് അല്ലെങ്കിൽ ദൈവമാതാവ്. തിരുവചനമാണ്, കത്തോലിക്ക സഭ കണ്ടെത്തിയതല്ല. മൂന്നാമത്തത്, ഇപ്പൊ 3 വചനങ്ങൾ ഞാൻ 3 പറഞ്ഞത്. ആയത് വിശ്വസിച്ചവൾ ഭാഗ്യവതി, 1:45, ലൂക്ക 1:45 വിശ്വസിച്ചവൾ ഭാഗ്യവതി. 2 അമലോത്ഭവ കെഹരിത്തോമനെ. 3 എന്റെ കർത്താവിന്റെ അമ്മ. ഈ 3 തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ പ്രഖ്യാപിച്ച 3 വിശ്വാസ സത്യങ്ങള്. ഇതാണ് ഈ 3 കാര്യങ്ങൾ. വിശ്വസിച്ചവൾ ഭാഗ്യവതി, മറിയം, അമലോത്ഭവ, കർത്താവിന്റെ അമ്മ. ഈ 3 കാര്യങ്ങളുടെ തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ സഭ പ്രഖ്യാപിച്ച വിശ്വാസ സത്യങ്ങള് മറിയത്തിന്റെ സ്വർഗ സംവഹനം എന്ന വിശ്വാസത്വത്തിന്റെ അടിത്തറയാണ്. അടിത്തറ. ആ വാക്ക് ആവർത്തിക്കുന്നതിന് കാരണമുണ്ട്. വിശ്വസിച്ചവൾ ഭാഗ്യവതി, മറിയം അമലോത്ഭവം, മറിയം കർത്താവിന്റെ അമ്മ. ഈ തിരുവചനങ്ങളും അവയെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസ സത്യങ്ങളുമാണ് മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തിന്റെ അടിത്തറ. ഈ അടിത്തറമേൽ 3 തിരുവചനങ്ങൾ അടിത്തറമേൽ മറ്റ് തിരുവചനങ്ങൾ കൊണ്ടാണ് ഈ വിശ്വാസത്യം പണിയപ്പെട്ടിരിക്കുന്നത്. ആ തിരുവചനങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ മറിയം ഇത്രയും മഹതിയായ സ്ത്രീയാണ്. എങ്കിലും മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന തെളിവ് എന്താണ്? മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന തെളിവ് 1-ാമത്തെ തെളിവ് ലൂക്കായുടെ സുവിശേഷത്തില് 1-ാമത്തെ അധ്യായം 39 മുതലുള്ള വാക്യങ്ങള്, 45 വരെയുള്ള വാക്യങ്ങള്, ദൈവിക മിശിഹായുടെ അമ്മയാണ് യഥാർത്ഥ ഉടമ്പടി പേടകം എന്ന്
വെളിപ്പെടുത്താൻ ലൂക്കാസ് സവിശേഷമായി മനസ്സിരുത്തുന്നു. ദൈവിക മിശിഹായുടെ അമ്മയായ മറിയമാണ് യഥാർത്ഥ ഉടമ്പടി പേടകം. അതായത് പഴയ നിയമത്തിൽ ഉടമ്പടി പേടകം അത് വരാനിരുന്ന മറിയം എന്ന ഉടമ്പടി പേടകത്തിന്റെ ഒരു പൂർവ്വരൂപമോ നിഴലോ മാത്രമായിരുന്നു എന്ന് ലൂക്കാസ് വളരെ വ്യക്തമായി എന്നാൽ അതിസൂക്ഷ്മമായി പഠിപ്പിക്കുന്നു. അതിലെ നമുക്ക് 2-3 കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ലൂക്കാസ് 1:39 മറിയം എഴുന്നേറ്റു പുറപ്പെട്ടു. എഴുന്നേറ്റു പുറപ്പെട്ടു, 2 വാക്കുകൾ ഉപയോഗിക്കുന്നേ. മറിയം എഴുന്നേറ്റു പുറപ്പെട്ടു. ഈ 2 വാക്കുകള് പഴയ നിയമത്തില് സാമുവേലിന്റെ ഗ്രന്ഥം 2-ാമത്തെ ഗ്രന്ഥം 6-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കാണാം. ദാവീദ് എഴുന്നേറ്റു പുറപ്പെട്ടു. ദാവീദ് എഴുന്നേറ്റു പുറപ്പെട്ടു. എന്തിനാ? കെരൂബുകൾക്ക് മീതെ സിംഹാസനാരൂഢനായ സൈന്യങ്ങളുടെ യാഹ്വേ എന്ന നാമത്തിൽ വിളിക്കപ്പെട്ടിരുന്ന ദൈവത്തിന്റെ പേടകം ബാലേ യഹൂദായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ദാവീദും കൂടെയുള്ള ജനങ്ങളും എഴുന്നേറ്റു അവിടേക്ക് പുറപ്പെട്ടു. ആ 2 വാക്കുകൾ നോക്കുക. മറിയം എഴുന്നേറ്റു പുറപ്പെട്ടു. അതേ ആ വാക്കുകള് ദാവീദ് ഷമുവേലിന്റെ 2-ാം ഗ്രന്ഥം 6:2 ദാവീദ് കെരൂബുകൾക്ക് മീതെ സിംഹാസനാരൂഢനായ സൈന്യങ്ങളുടെ യാഹ്വേ എന്ന നാമത്തിൽ വിളിക്കപ്പെട്ടിരുന്ന ദൈവത്തിന്റെ പേടകം ബാലേ യഹൂദായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് എഴുന്നേറ്റു പുറപ്പെട്ടു എന്ന് ഉപയോഗിക്കുകയാണ്. കർത്താവിന്റെ പേടകം കാണാനായി എഴുന്നേറ്റ് പുറപ്പെടുകയാണ് ദാവീദ്. കർത്താവിനെ വഹിക്കുന്ന പേടകമായി, കർത്താവിനെ കാണുന്ന പേടകമല്ല, കർത്താവിന്റെ പേടകം കാണാനല്ല, കർത്താവിനെ വഹിക്കുന്ന പേടകമായി മറിയം എഴുന്നേറ്റ് പുറപ്പെട്ടു. എഴുന്നേറ്റ് പുറപ്പെട്ടു. ആ 2 വാക്കുകൾ തീർന്നില്ല. യൂദായിലെ ഒരു പട്ടണത്തിലേക്ക് ലൂക്ക എഴുതണം. ഇവിടെ ഈ ലൂക്ക 1:39 യൂദായിലെ ഒരു പട്ടണത്തിലേക്ക്. ഇതിനു മുമ്പ് 1:5 ലൂക്ക 1:5 യഹൂദായിലെ എന്നാണ് എഴുതിയത്. യൂദയായിലെ. അവിടെ യൂദയായിലെ എന്ന് എഴുതി യൂദായിയ അല്ലെങ്കിൽ യഹൂദായിയ. ഇവിടെ യൂദ എന്ന് എഴുതി. അതെന്തുകൊണ്ടാണ്? സാമുവേലിന്റെ 2-ാം ഗ്രന്ഥം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തില് സെപ്തുജന്തിൽ പരിഭാഷയില് യൂദായിയ എന്നല്ല യൂദ എന്നാണ്. യൂദ. അതായത് ദാവീദ് ഈ ഉടമ്പടിയുടെ പേടകവുമായിട്ട് ബന്ധപ്പെട്ട് യൂദായിലേക്കാണ് പോണേ. യൂദ. ദാവീദ് പോകുന്നത് യൂദായിയ അല്ല. അപ്പൊ യൂദായിയ എന്ന് 1:5 ലൂക്ക 1:5 ഉപയോഗിച്ച ലൂക്കാസ് ഇവിടെ യൂദ എന്ന് ഉപയോഗിക്കുന്നത് മനഃപൂർവ്വമാണ്. അതായത് ദാവീദും ഉടമ്പടി പേടകവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്താൻ. ഇത് വളരെ അതിസൂക്ഷ്മമായി, അതായത് ലൂക്കായുടെ സുവിശേഷം അതിസൂക്ഷ്മമായി വായിച്ചാലാണ് നമുക്ക് മറിയം ആരാണ് എന്ന് മനസ്സിലാകുക. അതിനെ നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് കാണാം. മറിയത്തിന്റെ ജീവിതത്തെയും ദൗത്യത്തെയും കുറിച്ചുള്ള സുന്ദരമായ വിശുദ്ധ പാരമ്പര്യങ്ങള് ലൂക്കാസ് തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ആഴത്തിലേക്ക് കടന്നാലേ ലൂക്കാസ് അവതരിപ്പിക്കുന്ന മരിയ ശാസ്ത്രത്തിന്റെ സൂക്ഷ്മാംശങ്ങള് മനസ്സിലാക്കാൻ പറ്റൂ. അവയിലൊരു രംഗമാണ് നമ്മൾ പറഞ്ഞ ഈ മറിയത്തിന്റെ സന്ദർശനം. പ്രത്യക്ഷത്തിൽ ഗർഭിണികളായ 2 സ്ത്രീകളുടെ കൂടിക്കാഴ്ചയാണിത്. എന്നാൽ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ പഴയ നിയമത്തിൽ ഉടമ്പടി പേടകത്തെക്കുറിച്ചുള്ള മനോഹരമായ വിവരണങ്ങൾ വചനത്തിന്റെ വേറൊരു ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണാം. ദൈവിക മിശിഹായുടെ അമ്മ എന്ന നിലയിൽ ദൈവത്തിന്റെ പുതിയ ഉടമ്പടിയുടെ പേടകമാണ് മറിയം എന്നും പഴയ ഉടമ്പടി പേടകം വരാനിരുന്ന മനോഹരമായ ഉടമ്പടി പേടകമായ മറിയത്തിന്റെ നിഴൽ മാത്രമേ ആയിരുന്നുള്ളൂവെന്നും പഠിപ്പിക്കുകയാണ് ലൂക്കാസ്. ഇത് തെളിയിക്കാനായിട്ട് ലൂക്ക ഉപയോഗിക്കുന്ന തിരുവചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാൻ ദാവീദ് നടത്തുന്ന ശ്രമങ്ങള് ശമൂവേലിന്റെ നമ്മൾ പറഞ്ഞ 2-ാം ഗ്രന്ഥം 6-ാമത്തെ അധ്യായത്തില് അതും മറിയം എലിസബത്തിൽ സന്ദർശിച്ച രംഗവും തമ്മിൽ അതിസൂക്ഷ്മവും അത്യഗാധവും പ്രസക്തവുമായ ധാരാളം സാദൃശ്യങ്ങളും സമാന്തരങ്ങളുമുണ്ട്. അത് മറിയം ബോധപൂർവം ലൂക്കാസ് ബോധപൂർവം നിരത്തുകയാണ്. എന്തിനാ? മറിയമാണ് ശരിയായ ദൈവത്തിന്റെ ഉടമ്പടി പേടകം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറിയം എഴുന്നേറ്റ് യൂദായിലൊരു പട്ടണത്തേക്ക് പുറപ്പെട്ടു.
ദാവീദ് ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാൻ പോകുന്നത് വർണ്ണിക്കുന്നതും ഇതേ വാക്കുകൾ ഉപയോഗിച്ച് 2 ശമൂവേല് 6:2. ദാവീദിന്റെ പേടകവുമായി ബന്ധം സ്ഥാപിക്കാൻ യൂദായിയ എന്നെഴുതാതെ 1:5 യൂദായി എന്ന് എഴുതിയ ലൂക്കാസ് ഇവിടെ യൂദ എന്ന് എഴുതിയിരിക്കുന്നു. കാരണം 2 ശമൂവേൽ 2:1 യൂദ എന്നാണ് കാണുന്നത്. മറിയവും ദാവീദും ഒരേ പ്രദേശത്തേക്കാണ് പോകുന്നതെന്ന് ലൂക്കാസ് ഇതിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ്. രണ്ടാമത്തെ, ഇതിപ്പോ നമ്മൾ ഒരു തെളിവ് പറഞ്ഞത് ഞാനൊന്ന് ആവർത്തിച്ച 2, ഉടമ്പടിയുടെ പേടകത്തിന് മുമ്പിൽ വിസ്മയിച്ച് നിൽക്കുന്ന ദാവീദിനെ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. 2 ശമൂവേൽ 6:9. ഉടമ്പടിയുടെ പേടകത്തിന് മുമ്പിൽ വിസ്മയിച്ച് നിൽക്കുകയാണ്. അതേ തരത്തിലാണ് മറിയത്തിന് മുമ്പിൽ എലിസബത്തിന്റെ അമ്പരപ്പും അയോഗ്യതയും വർണ്ണിച്ചിരിക്കുന്നത്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ? ഈ മറിയത്തെ കണ്ട്, മറിയത്തിന്റെ ഗർഭത്തിലെ കർത്താവിനെ കണ്ട് എലിസബത്ത് അമ്പരക്കുകയാണ്. അതുപോലെ തന്നെ തന്റെ അയോഗ്യത വിളിച്ചോതുകയാണ്. ദാവീദിന്റെ അതേ പ്രതികരണമാണ് എലിസബത്തിന്റെ. ദാവീദ് ദൈവത്തിന്റെ ഉടമ്പടിയുടെ പേടകം കാണുമ്പോൾ, എലിസബത്ത് മറിയം എന്ന ശരിയായ ഉടമ്പടിയുടെ പേടകം കാണുമ്പോൾ. മൂന്നാമത്തെ, എലിസബത്തിന്റെ ഗർഭത്തിലുള്ള യോഹന്നാൻ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. ലൂക്ക 1:41. ഉടമ്പടിയുടെ പേടകത്തിന് മുമ്പിൽ ദാവീദ് തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്നു. രണ്ടും തമ്മിൽ സാമ്യമുണ്ട്. 2 ശമൂവേൽ 6:16. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സംഗതി, മറിയം എലിസബത്തിന്റെ വീട്ടില് 3 മാസമാണ് താമസിച്ചത്. 3 മാസം. അതായത് എലിസബത്ത് പ്രസവിക്കുന്നതിന് മുമ്പേ മറിയം തിരിച്ചുപോയി. 1 മാസം കൂടി നിന്നിരുന്നെങ്കിൽ ആ വൃദ്ധയായ സ്ത്രീയുടെ പ്രസവത്തിനെ സഹായിക്കാമായിരുന്നു. പക്ഷെ മറിയത്തിന് നിൽക്കാൻ കഴിയില്ല. എന്താണ് കാര്യം? ഈ ഉടമ്പടിയുടെ പേടകം ഓബേദ് ഏദോമിന്റെ വീട്ടില് താൽക്കാലികമായി വെച്ചിരുന്ന 3 മാസമാണ്. 2 ശമൂവേൽ 6:11. ആ 3 മാസത്തേക്കാണ് മറിയത്തിന് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ പേടകം 3 മാസത്തേക്ക് അവിടെ ആയിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മറിയം തിരിച്ചു പോരുന്നു. ഈ സാദൃശ്യങ്ങളും സമാന്തരങ്ങളും ഒന്നിച്ച് പരിഗണിക്കുമ്പോൾ രക്ഷാചരിത്രത്തിൽ പഴയ ഉടമ്പടിയുടെ പേടകത്തിന്റെ റോള് പുതിയ നിയമത്തിൽ തീർത്തും നവീനമായ തരത്തില് ഒരു പെട്ടിയാണ് ഈ ഉടമ്പടിയുടെ പേടകം പഴയ നിയമത്തില്. പുതിയ നിയമത്തിലോ മറിയം എന്ന ആളാണ്, ജീവനുള്ള ആള്. പഴയ നിയമത്തിൽ ഉടമ്പടിയുടെ പേടകത്തിന് മുകളിൽ 2 കെരൂബ് മാലാഖമാരുടെ സ്വരൂപങ്ങള്, തിരുസ്വരൂപങ്ങള്. അതിന് മുകളിലാണ് യാഹ്വേ എഴുന്നള്ളിയതായിട്ട് സങ്കല്പിക്കപ്പെട്ടത്. ഇവിടെ മറിയം എന്ന സ്ത്രീയിലാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മനുഷ്യനായി വന്ന് കിടക്കണേ. മനസ്സിലായോ? തീർത്തും നവീനമായ രീതിയിൽ മറിയമാണ് ഉടമ്പടിയുടെ പേടകം എന്ന കാര്യം. പുതിയ ഉടമ്പടിയുടെ പേടകമായ മറിയം ജീവനുള്ളവളും അവളുടെ ഗർഭത്തിലുള്ളത് ദൈവം തന്നെയായ പുത്രനുമാണ്. യോഹന്നാൻ 1:18. നമ്മോട് കൂടെയുള്ള ദൈവം ഇമ്മാനുവേൽ, മത്തായി 1:23. നമ്മുടെ കൂടെ ആയിരിക്കുന്നത് മറിയം എന്ന ജീവനുള്ള ഉടമ്പടി പേടകത്തിലാണ്. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ. ആ ദൈവം നമ്മോട് കൂടെയുള്ള ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ജീവനുള്ള ഉടമ്പടിയുടെ പേടകമായ മറിയത്തിനുള്ളിലാണ്. ഇനി ഇത് ലൂക്ക എത്രയോ സൂക്ഷ്മമായിട്ടാണ് ഓരോ വാക്കുകൾ എടുത്തിരിക്കുന്നത്. തീർന്നില്ല. ഇതിലേക്ക് മറ്റൊരു നീർച്ചാല്, തിരുവചന പാരമ്പര്യ നീർച്ചാല് ലൂക്ക കൊണ്ടുവരുന്നുണ്ട്. അതായത് മറിയത്തെ ചിത്രീകരിക്കാനായിട്ട് ലൂക്കാസ് ഉപയോഗിക്കുന്ന മറ്റൊരു വചന നീർച്ചാലാണ് ദിനവൃത്താന്ത ഗ്രന്ഥം. ഗർഭത്തിൽ യേശുവിനെ വഹിച്ചുകൊണ്ട് മറിയം വന്നപ്പോൾ എലിസബത്ത് ഉദ്ഘോഷിച്ചു. ആ ഉദ്ഘോഷിക്കുന്ന വാക്ക് നമ്മൾ പല വാക്കുകളും ഉദ്ഘോഷിച്ച് തർജ്ജമ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അനാഫോണയോ എന്നാണ്. ഫോണയോ അനാഫോണയോ. വളരെ വിരളമായിട്ടാണ് ഈ വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പുതിയ നിയമത്തിൽ ഒറ്റ സ്ഥലത്ത് മാത്രം. അതിവിടെയാ, എലിസബത്തിന്റെ വായിൽ നിന്ന്. അതായത് മറിയം എലിസബത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ ആ മറിയത്തെ നോക്കി, അവളുടെ ഗർഭത്തിലെ ശിശുവിനെ നോക്കി എലിസബത്ത് ഉദ്ഘോഷിച്ചു. അനാഫോണയോ. പഴയ നിയമത്തിൽ 5 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. മൊത്തം 6 പ്രാവശ്യം. പുതിയ നിയമത്തിൽ ഒറ്റ പ്രാവശ്യം, പഴയ നിയമത്തിൽ 5 പ്രാവശ്യം. അങ്ങനെ മൊത്തം 6 പ്രാവശ്യം. പഴയ നിയമത്തിൽ 5 പ്രാവശ്യവും ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഉടമ്പടിയുടെ പേടകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരുമ്പോൾ ലേവ്യ ഗോത്ര സംഗീതജ്ഞരും പാട്ടുകാരും അവരുടെ വാദ്യോപകരണങ്ങളും താളമേളങ്ങളുമായിട്ട് ശ്രുതിമധുരമായ ഗാനം ഉദ്ഘോഷിച്ചു.
അതിനുപയോഗിക്കുന്നേ. 1 ദിനവൃത്താന്തം 15:28 ദാവീദ് ഉടമ്പടിയുടെ പേടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരുമ്പോൾ ലേവ്യ ഗോത്രത്തിലുള്ള സംഗീതത്തിലും പാട്ടുകാരും വാദ്യമേളങ്ങളോടെ താളമേളങ്ങളോടെ ഉദ്ഘോഷിച്ചു. അതിനാണ് ആ അനാഫോണ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ അന്തിമമായിട്ട് ഈ ഉടമ്പടിയുടെ പേടകം ഉറപ്പിക്കുന്നത് സോളമനാണ്. 2 ദിനവൃത്താന്തം 5:13. അപ്പോഴും ലേവ്യ സംഗീതജ്ഞന്മാരും പാട്ടുകാരും വാദ്യമേളങ്ങളോടെ ഉദ്ഘോഷിച്ചു. അവിടെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരുമ്പോഴുള്ള ലേവ്യ ഗോത്രജരുടെ ഉദ്ഘോഷത്തിന് ഉപയോഗിക്കുന്ന അതേ വാക്കാണ് ലേവി ഗോത്രത്തിൽപ്പെട്ട എലിസബത്ത് മറിയത്തെയും അവളുടെ ഗർഭത്തിലുള്ള ശിശുവിനെയും കുറിച്ച് പറയാൻ ഉദ്ഘോഷിക്കാൻ ഉപയോഗിക്കുന്നത് അനാഫോണയോ. ഇത് വെറും ആകസ്മികമാണോ? പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം എഴുതപ്പെട്ടതല്ലേ? മാത്രമല്ല ലൂക്ക എത്രയോ സൂക്ഷ്മമായിട്ടാണ് ഈ വാക്കുകൾ തിരഞ്ഞെടുക്കണേ. പഴയ നിയമത്തിൽ ഉടമ്പടിയുടെ പേടകവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചൊരു വാക്ക്, അത് മാത്രമായി ഉടമ്പടിയുടെ പേടകവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഉപയോഗിച്ചൊരു വാക്ക് മറിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് ലൂക്ക ഉദ്ദേശിക്കുന്നത്? ശരിയായ ഉടമ്പടിയുടെ പേടകം മറിയം തന്നെ. ശരിയായ ഉടമ്പടിയുടെ പേടകം മറിയം തന്നെ. ലേവി ഗോത്രത്തിൽപ്പെട്ടതാണോ എലിസബത്ത്? അത് ഞാനൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ മറിയത്തെ അവതരിപ്പിക്കാനായി ഓരോ വാക്കും അതിസൂക്ഷ്മതയോടെ തെരഞ്ഞെടുക്കുന്ന ലൂക്കാസ് തന്റെ അനുവാചകരോട് പറയുന്നതാണ്, മിശിഹായുടെ ഈ യുവ മാതാവാണ് പുതിയ ഉടമ്പടിയുടെ ജീവനുള്ള പേടകം. കാണാൻ കണ്ണും കേൾക്കാൻ കാതുമുള്ള വായനക്കാർക്ക് ലൂക്കാസ് നൽകുന്ന മരിയ ദർശനം മാഹാത്മ്യമേറിയതാണ്. തിരുവചനങ്ങളിൽ അത്യഗാധമായ അറിവ് വേണം അത് ഗ്രഹിക്കാൻ. മാത്രമല്ല അവയെല്ലാം ലൂക്കാസ് എങ്ങനെ അതിസൂക്ഷ്മമായി ഉപയോഗിക്കുന്നുവെന്ന തിരിച്ചറിവും വേണം. ഇത്രമാത്രം മനസ്സിരുത്തി വാക്കുകളും പ്രയോഗങ്ങളും തെരഞ്ഞെടുക്കുന്ന ലൂക്കാസ് ബൈബിളിലെ വിവിധ പാരമ്പര്യ നീർച്ചാലയിൽ നിന്നുള്ള വചനങ്ങൾ കൂട്ടിത്തുന്നി, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഷെമൂവേലിന്റെ ഗ്രന്ഥവും ദിനവൃത്താന്ത ഗ്രന്ഥവും ഇങ്ങനെ 2 നീർച്ചാലുകളാണ്. അതെല്ലാം കൂട്ടിത്തുന്നി തന്റെ സുവിശേഷം രചിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിന്റെ കാവ്യാത്മകത വാനോളം ഉയരുകയാണ്. യേശുവിന്റെ അമ്മയുടെ ജീവിതവും ദൗത്യവും ചരിത്രത്തിലുള്ള സ്ഥാനവും ആർക്കും അവഗണിക്കാൻ കഴിയാത്ത തരത്തിൽ ലൂക്കാസ് തിരുവചനങ്ങളിൽ സത്യവേദ പുസ്തകത്തിൽ ബൈബിളില് എഴുതി വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ മറിയം ഉടമ്പടിയുടെ പേടകമാണെന്ന സത്യം സഭ പിൽക്കാല വിചിന്തനത്തിന്റെ പേരിൽ കണ്ടുപിടിച്ചതല്ല. തിരുവചനത്തിൽ ആഴത്തിൽ വേരോടിയ വിശുദ്ധ പാരമ്പര്യമാണ്. തിരുവചനത്തിൽ, ബൈബിൾ എന്ന തിരുവചനത്തിൽ ആഴത്തിൽ വേരോടിയ വിശുദ്ധ പാരമ്പര്യമാണ് മറിയം ഉടമ്പടിയുടെ പേടകമാണ് എന്ന സത്യം. വെറുതെയല്ല, സഭകളുടെ ലിറ്റർജിയിലും ദൈവശാസ്ത്രത്തിലും മറിയത്തെ ഉടമ്പടിയുടെ പേടകം, ദൈവത്തിന്റെ ഉടമ്പടിയുടെ സജീവ പേടകം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ മറിയം ദൈവത്തിന്റെ സജീവ ഉടമ്പടി പേടകമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുണ്ടാകാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും ചോദ്യം ബാക്കി. ഒരു വചനം കൂടി പറഞ്ഞിട്ട് പോകാം. യാഹ്വേ, അങ്ങയുടെ ബലത്തിന്റെ പേടകവുമൊത്ത് അങ്ങയുടെ വിശ്രമത്തിലേക്ക് എഴുന്നള്ളണമേ എന്ന് സങ്കീർത്തകൻ 132:8 കാണാം. യാഹ്വേ, അങ്ങയുടെ ബലത്തിന്റെ പേടകവുമൊത്ത്, ആ പേടകവും യു ആൻഡ് യുവർ ആർട്ട് ഓഫ് ദ കവനന്റ്, അങ്ങയുടെ വിശ്രമത്തിലേക്ക് എഴുന്നള്ളണമേ. ഈ സങ്കീർത്തനത്തില് പെട്ടകം മറിയത്തിന്റെ ഒരു പൂർവ്വരൂപമാണ്. ഒരു വചനം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ പേടകം എവിടെയാണെന്ന് കൂടി ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം വളരെ ഫേമസ് ആണ്. പ്രോട്ടോവെഞ്ചലിയും എന്ന് പറയുന്ന വാക്കാണ് ആദ്യ സുവിശേഷം. ദൈവം സർപ്പത്തോട് പറയാണ്, പ്രാചീന സർപ്പത്തോട് പറയാണ്, ഞാൻ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ശത്രുത ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാല് തകർക്കും. ഇവിടെ സന്തതി എന്ന് നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതി സ്ത്രീയുടെ സന്തതി എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് സെറേയ എന്നാണ്. സെറേയ, അതിന്റെ ആക്ഷരികം വിത്ത് എന്നാണ്. വിത്ത്, സ്ത്രീയുടെ സന്തതി എന്നല്ല, സ്ത്രീയുടെ വിത്ത്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ വിത്തും അവളുടെ വിത്തും തമ്മിലും ശത്രുത ഉണ്ടാക്കുന്ന സ്ത്രീയുടെ വിത്ത്. അത് സാധാരണ പറയുന്ന വാക്കല്ല, പുരുഷന്റെ വിത്തൊക്കെ പറയും. സ്ത്രീയുടെ വിത്ത്, ദ സീഡ് ഓഫ് ദ വുമൺ, ദ വുമൺസ് സീഡ്, അത് കേട്ടുകേൾവിയില്ലാത്ത ഒരു
പ്രയോഗമാണ്. ഇപ്പോഴും യഹൂദന്മാർക്ക് മനസ്സിലാക്കാത്തൊരു വാക്കാണത്. പുരുഷന്റെ വിത്ത് എന്ന് പറയുന്നത് ഓക്കെ, സ്ത്രീയുടെ വിത്ത്, നിന്റെ സന്തതിയും അവരുടെ വിത്തും തമ്മിൽ. ഏതാണ് സ്ത്രീയുടെ വിത്ത്? കന്യകയിൽ നിന്ന്, അതായത് ഒരു പുരുഷന്റെയും ഉൾച്ചേരലില്ലാതെ കന്യകയിൽ നിന്ന് ദൈവം മനുഷ്യനായി ജനിച്ചപ്പോഴാണ് സ്ത്രീയുടെ വിത്ത് എന്ന വാക്കിന് അർത്ഥം തന്നെ മനസ്സിലായത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ചില വാക്കുകളുടെ അർത്ഥം പഴയ നിയമത്തില് അതിന്റെ ഉടമസ്ഥനെ കാത്തു കിടക്കുകയാണ്. സ്ത്രീയുടെ വിത്ത് എന്ന വാക്കിന്റെ അർത്ഥം ആർക്കും അറിയില്ലായിരുന്നു. സ്ത്രീയുടെ വിത്തായി, അതായത് മറിയത്തിൽ നിന്ന്, കന്യകയിൽ നിന്ന് ദൈവം മനുഷ്യനായി ജനിച്ചപ്പോഴാണ്, അതായത് ഒരു ഭർത്താവില്ലാതെ, പുരുഷനില്ലാതെ കന്യകയിൽ നിന്ന് ജനിച്ചപ്പോഴാണ് സ്ത്രീയുടെ വിത്ത് എന്ന വാക്കിന്, പ്രയോഗത്തിന്, ഉൽപ്പത്തി 3:15 പ്രയോഗത്തിന് അർത്ഥം കിട്ടിയത്. അതായത് സ്ത്രീയുടെ വിത്ത്, ഈ സ്ത്രീയുടെ വിത്തിൽ നിന്ന് ജനിക്കുന്നവനാണ് ഈ സർപ്പത്തിന് തല തകർക്കുക. സ്ത്രീയുടെ വിത്തായി ജനിക്കുന്ന രക്ഷകൻ മിശിഹ, ദൈവം തന്നെയായ പുത്രനാണ് സർപ്പത്തിന് തല തകർക്കുന്നത്. പക്ഷെ ഈ സ്ത്രീയുടെ വിത്തിനെ കഹരിത്തോമൻ എന്ന് പറയുന്നതോടുകൂടി, അത് പണ്ട് മുതലേ, അനാദി മുതലേ കൃപ കൊണ്ട് നിറച്ചവളായതുകൊണ്ട് അവൾ അമലോത്ഭവിയാണ്. അമലോത്ഭവ എന്ന് പറയുന്നത് എന്താർത്ഥം? പാപമേശാത്തവള്, പാപത്തിന് കറയേശാത്തവള്. അപ്പൊ അവള് തന്നെ പാപത്തെ തകർത്തിരിക്കല്ലേ, പിശാചിന്റെ തല തകർത്തിരിക്കല്ലേ. അമലോത്ഭവിയായി മറിയത്തെ സൃഷ്ടിച്ചതിലൂടെ ദൈവം സർപ്പത്തിന് തല തകർക്കുന്ന ആ പുത്രന്റെ അമ്മയാകാൻ ഇവൾ തെരഞ്ഞെടുത്തതിലൂടെ മറിയവും ഈ സർപ്പത്തിന്റെ തല തകർക്കുന്നതിൽ സഹകരിക്കുകയാണ്. അതായത് യേശു സാത്താന്റെ തല തകർക്കുന്നതിന് മുമ്പേ മറിയം അമലോത്ഭവി ജനിച്ചതിനാൽ സാത്താന്റെ പരാജയം സംഭവിച്ചു തുടങ്ങുക. സാത്താന്റെ തല തകർത്ത് ഇങ്ങനെ തകർക്കുന്നതിൽ മറിയത്തിന് പങ്കുണ്ട്. ഇതിനാല് ലത്തീൻ വുൾഗാത്തയില് വിശുദ്ധ ജെറോമ് അവൻ എന്നല്ല, അവൻ നിന്റെ തല തകർക്കുന്നല്ലേ എഴുതിയിരിക്കുന്നത്, അവള് നിന്റെ തല തകർക്കുന്ന മറിയം. വിശുദ്ധ ആഗസ്തീനോസിന്റെ രചനയിലും ഇതാണ് കാണുന്നത്. ഇതൊക്കെ 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലത്തെ കാര്യങ്ങളെ പറഞ്ഞേ, ആഗസ്തീനോസും ജെറോമൊക്കെ. ചുരുക്കത്തിൽ മറിയം അമലോത്ഭവിയായി ജനിച്ചതിനാലും, അതായത് ദൈവം അങ്ങനെ ഒരു കൃപ കൊടുത്തതിനാലും, അമലോത്ഭവം എന്ന് വെച്ചാൽ പാപക്കറ ഇല്ലാത്തവൾ, പാപമില്ലാത്തവൾ. അപ്പൊ തന്നെ പാപത്തിന്റെ തല, പിശാചിന്റെ തല അവൾ തകർത്തു തുടങ്ങി. യേശുവാണ് അത് പൂർണ്ണമായിട്ട് ചെയ്യുന്നത്. ഇനി തീർന്നില്ല, സ്ത്രീയുടെ സന്തതികളല്ലേ നമ്മളെല്ലാം. സ്ത്രീയിൽ ജനിക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഒന്ന് കൈവയ്ക്കാൻ? അപ്പൊ നമ്മളും സ്ത്രീയുടെ സന്തതിയാണ്. സ്ത്രീയുടെ വിത്തായ യേശുവിനോട് ചേർന്ന് സ്ത്രീയുടെ സന്തതികളായ നമ്മള് പിശാചിന്റെ തല തകർത്തുകൊണ്ടിരിക്കണം. അവനെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്, നമ്മൾ തല തകർത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇപ്പോഴാണ് ഈ 1000 വർഷത്തെ ഭരണം. അത് കഴിയുമ്പോൾ അവനെ റിലീസ് ചെയ്ത് എന്നേക്കും നശിപ്പിക്കും. ഇതാണ് തിരുവചനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ സർപ്പത്തിന്റെ തല തകർക്കുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ അങ്ങേയറ്റം സഹകരിച്ച് പ്രവർത്തിക്കുന്നവളാണ് മറിയം. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് പോകാം. മറിയം ഉടമ്പടിയുടെ പേടകമാണ്, സംശയമില്ല. പക്ഷെ ഈ പേടകം ഇപ്പൊ എവിടെയാ? അതിന് ഉത്തരം നൽകുന്നത് വെളിപാട് ഗ്രന്ഥം 11-ാമത്തെ അധ്യായം 19 മുതൽ 12-ാമത്തെ അധ്യായം 1 വരെ. 11, 12 ഇങ്ങനെ അധ്യായം വാക്കുകളൊക്കെ തിരിച്ചത് യോഹന്നാൻ അങ്ങനെ ഒന്നും തിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം 8, 9, 10 നൂറ്റാണ്ടുകൾക്ക് ശേഷം സൗകര്യത്തിന് വേണ്ടി തിരിച്ചതാണ്. യോഹന്നാന്റെ കാലത്തൊക്കെ വാക്കുകൾ തമ്മിൽ വിടവോ വാക്യങ്ങൾ തമ്മിൽ വിടവോ ഒന്നും ഉണ്ടായിരുന്നില്ല, പങ്ക്ച്വേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഒരുമിച്ച് വായിക്കണം. വെളിപാട് ഗ്രന്ഥം 11-ാമത്തെ അധ്യായം 19 മുതൽ 12-ാമത്തെ അധ്യായം 1 വരെ ഒരുമിച്ച് വേണം വായിക്കാൻ. ഞാൻ ഒരുമിച്ച് വായിക്കുക. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ ഉടമ്പടിയുടെ പേടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. ഇടിമിന്നലും ഇടിനാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. എവിടെയാണ് ഈ പേടകം? സ്വർഗത്തിന്റെ ദേവാലയം തുറന്നു. അവന്റെ ഉടമ്പടിയുടെ പേടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. BC 587 ബാബിലോണിയക്കാര് ജെറൂസലമിൽ വന്ന് ജെറൂസലം നഗരത്തെ തകർത്ത് ജെറൂസലം ദേവാലയത്തിൽ തീയിട്ടപ്പോൾ യെരമ്യാ പ്രവാചകൻ ദേവാലയത്തിനുള്ളിലിരുന്ന ഉടമ്പടിയുടെ പേടകം എടുത്ത് എവിടെയോ ഒളിച്ചു വെച്ചു. ആർക്കും അറിയില്ല എവിടെയാണെന്ന്. പിന്നെ ഉടമ്പടിയുടെ പേടകത്തെ കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നേ ഇല്ല. പിന്നെ ഉടമ്പടിയുടെ പേടകം ആദ്യമായിട്ട് കാണുന്നത് എവിടെയാ? വെളിപാട് ഗ്രന്ഥത്തില്
11-ാമത്തെ അധ്യായം 19-ഉം 12-ാമത്തെ അധ്യായം 1 വാക്യങ്ങളില് ഉടമ്പടിയുടെ പേടകം സ്വർഗത്തിൽ ദേവാലയത്തില്. എന്നിട്ട് നമ്മൾ ഉടമ്പടിയുടെ പേടകം നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഈ സ്ത്രീ സഭയാണ്, ഇസ്രായേലാണെന്ന വ്യാഖ്യാനങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മറിയുമാണ്. മറിയുമല്ലേ അവളുടെ ശിശു അല്ലേ മിശിഹ? ആ മിശിഹായെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടില്ലേ? ഇസ്രായേലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു വ്യാഖ്യാനം മറ്റൊന്നിനെ ഖണ്ഡിക്കുന്നില്ല എന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞു കഴിഞ്ഞു. പല പൊരുളുകളും പല തട്ടുകളും ഉള്ളതാണ് തിരുവചനം. അതുകൊണ്ട് തിരുവചനം ആയിരിക്കുന്നേ പല തട്ടുകളും പല പൊരുളുകളും ഉണ്ട്. ഒരു വചനം മറ്റൊന്നിനെ ഖണ്ഡിക്കുന്നില്ല. ഇസ്രായേലിന്റെ പ്രതീകമാണ് ഈ സ്ത്രീ, സത്യം. സഭയുടെ പ്രതീകമാണ് ഈ സ്ത്രീ, സത്യം. പക്ഷെ ഇസ്രായേലിന്റെയും സഭയുടെയും പ്രതീകമാണ് മറിയം, അല്ലേ? കർത്താവിന്റെ വചനം കേട്ടത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യം മറിയത്തിൻ്റെതല്ലേ? അപ്പൊ ഇസ്രായേലിന്റെയും സഭയുടെയും പ്രതീകം തന്നെയാണ് മറിയം. ഏറ്റവും ചേരുന്ന പ്രതീകം, അതായത് ഈ സ്ത്രീ എന്ന് പറയുന്നത് മറിയം തന്നെയാണ്. സ്ത്രീയും നീയും സ്ത്രീയും തമ്മിലും, ഇവിടെയും സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നു. കാനായില് യേശു മറിയത്തെ സ്ത്രീ എന്ന് വിളിക്കുന്നു, ഇവിടെയും സ്ത്രീ എന്ന് പറയുന്നു. കുരിശിന് താഴെ മറിയത്തെ സ്ത്രീ എന്ന് വിളിക്കുന്നു, ഇവിടെയും സ്ത്രീ എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീ, കാനായില് സ്ത്രീ, കുരിശിന് താഴെ സ്ത്രീ, സ്വർഗത്തിൽ സ്ത്രീ. ഇത് 4ഉം ഒരാളെ കുറിച്ചല്ലേ? 4ഉം ഒരാളെ കുറിച്ചല്ലേ? അപ്പോൾ ഈ ഉടമ്പടിയുടെ പേടകം എവിടെയാണ്? സ്വർഗത്തിലെ. ആ ഉടമ്പടിയുടെ പേടകം ആരാണ്? സൂര്യനെ വസ്ത്രമായി അണിഞ്ഞ സ്ത്രീ. ചിലര് സൂര്യനെ ഭഗവാൻ എന്ന് കണക്കാക്കുന്നുണ്ട്. ഈ സ്ത്രീ സൂര്യഭഗവാനെ വസ്ത്രമായിട്ട് കൊടുത്തിരിക്കുന്നത്. ചിലര് ചന്ദ്രനെ ആരാധിക്കുന്ന പോലെയുണ്ട് ചില മതങ്ങള്. ഇവിടെ കാൽക്കീഴിലെ മറിയത്തിന്റെ കാൽക്കീഴിലാണ് ചന്ദ്രൻ. ആ ചന്ദ്രനെ ആരാധിക്കുന്നവരുടെ മേലെ ആധിപത്യം നേടും മറിയം എന്നും കൂടി അതിനർത്ഥമുണ്ടെന്നൊക്കെയാണ് ചില വ്യാഖ്യാനം. ഫാത്തിമയില് മറിയം പ്രത്യക്ഷപ്പെട്ടതിനും അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. ഫാത്തിമ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ഫാത്തിമ. അപ്പൊ ഫാത്തിമയിൽ ബന്ധപ്പെട്ടതിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോ ഈ സ്വർഗത്തിലാണ് ഉടമ്പടിയുടെ പേടകം. തീർന്നില്ല, ഒരു ചോദ്യം ബാക്കി എപ്പോഴും ഉണ്ട്. ആത്മശരീരങ്ങളോടെയാണ്, അതായത് ഉടലോടെയാണെന്നതിന് എന്താ ഉറപ്പ്? അല്ലെങ്കിൽ അതിന് എന്താ തെളിവ്? അതിന് തെളിവാണ് ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 27-28 വാക്യങ്ങൾ. 27-28 വാക്യങ്ങൾ. യേശു ഇത് പറയുമ്പോൾ ജനക്കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ. യേശു അതിന് മറുപടി പറഞ്ഞു, തീർച്ചയായും ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇതിന് ചില തർജ്ജമയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. തർജ്ജമയില് ഗ്രീക്കിലില്ല. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞിട്ട് നമുക്കിതിന്റെ വിശദാംശത്തിൽ കിടക്കാം. സത്യവേദ പുസ്തകത്തിൽ അല്ല, അതായത് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവെന്ന് പറയുമ്പോൾ യേശു മറുപടി പറയാണ്, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രയും കൂടുതൽ ഭാഗ്യവാന്മാർ. അങ്ങനെയാണ് സത്യവേദ പുസ്തകത്തില്. ഈ പിയോസ് ബൈബിളിൽ അല്ല എന്ന വാക്കില്ല. ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവർ എത്രേ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇവിടെ മേനോൻ എന്നൊരു വാക്കുണ്ട്. അതാണ് ഈ സത്യവേദ പുസ്തകത്തിൽ അല്ല എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. മേനൂൻ. ആ ഗ്രീക്ക് വാക്കിന് അല്ല എന്ന അർത്ഥമുണ്ട്. റേദർ എന്നാണ്. തീർത്തുമല്ല എന്നല്ല, അതിനേക്കാൾ എന്നർത്ഥമാണ്. മച്ച് മോർ, അതിനേക്കാൾ, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അല്ല, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. മച്ച് മോർ, അതിനേക്കാൾ നല്ലത് എന്ന അർത്ഥമുണ്ട്. മച്ച് മോർ. ഓൺ ദ കോൺട്രറി എന്നർത്ഥമുണ്ട്. പ്രത്യുത. ഇൻഡീഡ്, തീർച്ചയായും എന്നർത്ഥമുണ്ട്. ഞാൻ അങ്ങനെ തർജ്ജമ ചെയ്തേ. അതേ എന്നർത്ഥമുണ്ട്. യാ. അപ്പൊ മേനോൻ എന്ന വാക്കിന് അല്ല എന്നർത്ഥമുണ്ട്, അതിനേക്കാൾ എന്നർത്ഥമുണ്ട്, പ്രത്യുത എന്നർത്ഥമുണ്ട്, തീർച്ചയായും എന്നർത്ഥമുണ്ട്, അതേ എന്നർത്ഥമുണ്ട്. അപ്പൊ നമുക്ക് ഈ അല്ല എന്ന് ചിലർ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ അല്ല എന്ന് പറഞ്ഞാലും തൊട്ടടുത്ത വാക്യത്തിൽ എന്താണ്? ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവരത്തെ കൂടുതൽ ഭാഗ്യവാന്മാർ. അത് മറിയത്തിനല്ല ഏറ്റവും ചേരുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 2 പ്രാവശ്യം. വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവിന്റെ വചനം, കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. 1:45. മറിയം ഗബ്രിയേലിനോട് എന്താ പറഞ്ഞത്? അങ്ങയുടെ വാക്ക് പോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവരത്തെ കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന യേശുവിന്റെ വചനം അല്ല എന്ന് തർജ്ജമ ചെയ്താൽ പോലും അത് മറിയത്തിനാണ് ചേരുക.
മറിയത്തിന് മാത്രമേ ചേരുള്ളൂ ഇത് ഏറ്റവും നന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് അല്ല എന്നുള്ളത് നിഷേധമല്ല. അതുകൊണ്ട് അല്ല എന്ന തർജ്ജമയും ചേരില്ല. കാരണം ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെയാണ് കിടക്കുന്നത് കർത്താവ് അരുളി ചെയ്ത വചനം വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. അങ്ങയുടെ വചനം പോലെ എന്നിലാകട്ടെ എന്നും മറിയം പറഞ്ഞതും ലൂക്കായുടെ സുവിശേഷത്തിലാണ്. അതുകൊണ്ട് സത്യവേദ പുസ്തകത്തിൽ അല്ല എന്ന തർജ്ജമ തെറ്റാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവർ അത്ര കൂടുതൽ ഭാഗ്യവാന്മാർ എന്ന വചനം മറിയത്തിനാണ് ഏറ്റവും ചേരുക എന്ന് ലൂക്കാസ് തന്നെ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ മേലുള്ള വാക്കിന് അതെ എന്നോ തീർച്ചയായും എന്ന തർജ്ജമ വേണം. സത്യവേദ പുസ്തകത്തിലെ അല്ല എന്ന തർജ്ജമ തെറ്റാണ്. ഇനി നമുക്ക് ഇതിന്റെ തർജ്ജമയുടെ പ്രശ്നം തീർന്നല്ലോ. ഇനി നമുക്ക് ആ വാക്കുകൾ അനലൈസ് ചെയ്യാം. യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ പറയാണ്, നിന്നെ വഹിച്ച ഉദരം, നീ കുടിച്ച മുലകൾ ഭാഗ്യപ്പെട്ടത്. ഉദരം, മുലകൾ, ഇത് രണ്ട് വാക്കുകൾ ചേർത്തിട്ട് ഒറ്റ ഒരു യാഥാർത്ഥ്യത പറയാണ്. ഇപ്പൊ ലോകം എന്നതിന് ഹീബ്രുവിൽ ഒരു വാക്കില്ല. അപ്പൊ ലോകം എന്ന ആശയം പങ്കുവയ്ക്കാൻ അവരെന്ത് ചെയ്യാം? ആകാശങ്ങളും ഭൂമിയും. ആകാശം ഭൂമി എന്ന് പറഞ്ഞാൽ ലോകം, സകല ലോകവും എന്നർത്ഥം. ആബാലവൃദ്ധം ജനങ്ങൾ നമ്മൾ പറയും, ദരിദ്രരും ധനികരും എന്ന് പറയും. അതായത് ധനികരും ദരിദ്രരും മിഡിൽ ക്ലാസ്സിനെ ഉപേക്ഷിച്ചിട്ടാണോ? അല്ല, ധനികരും ദരിദ്രരും എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും. ആബാലവൃദ്ധം, ബാലന്മാരും വൃദ്ധന്മാരും. അപ്പൊ അതിനിടയ്ക്കുള്ളവരോ എല്ലാവരും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് വാക്കുകൾ കൊണ്ട് ഒരു യാഥാർത്ഥ്യത്തെ ചിഹ്നപ്പെടുത്തുക, അതിനാണ് സെമിറ്റിസം എന്ന് പറയുക. സെമിറ്റിസം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. നന്മ തിന്മ എന്ന് വെച്ചാൽ സമ്പൂർണ്ണ അറിവ് നൽകുന്ന, അറിവിന്റെ ഓട്ടോണമസ് കൺട്രോൾ ഉള്ള ആ വൃക്ഷം നിങ്ങൾ ഭക്ഷിക്കരുതെന്നാണ് പറഞ്ഞത്. ഇത് എല്ലാ അറിവും എന്റെ നിയന്ത്രണത്തിലാക്കണമെന്ന മട്ടിൽ നിങ്ങൾ പരിശ്രമിക്കരുത്. അപ്പൊ നന്മ തിന്മ, ധനികരും ദരിദ്രരും, പിന്നെ ആബാലവൃദ്ധം, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഒരു വാക്കാണ് ശരീരം, രക്തം. അങ്ങനെ പറയും, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞാൽ ഞാനാണെന്നർത്ഥം. ഇത് ഞാനാണ്. തിരിച്ചിരിച്ച് പറഞ്ഞിരിക്കുന്നതിന് കാരണം കർത്താവ് മരിച്ചു ഉത്ഥാനം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാനാണ് എന്നതിന് ശരീരമാണ്, രക്തമാണെന്ന് പറയുന്നത് പോലെ മാംസരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്. മാംസം രക്തം എന്ന് പറഞ്ഞാൽ മാംസരക്തം വെളിപ്പെടുത്തുവോ? മാംസരക്തം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നർത്ഥം. അപ്പോൾ മാംസരക്തം, നന്മ തിന്മ, ആബാലവൃദ്ധം, ധനികരം ദരിദ്രം, ഇങ്ങനെയൊക്കെ രണ്ട് വാക്കുകൾ കൊണ്ട് ഒരു യാഥാർത്ഥ്യത്തെ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു വാക്കാണ് നിന്റെ ഉദരം, നിന്റെ മുലകള് എന്ന് വെച്ചാൽ നിന്റെ ശരീരം. അതായത് യേശുവിനോടാണ് പറയണത് ഈ സ്ത്രീ, നിന്നെ വഹിച്ച ഉദരം, നിനക്ക് പാല് തന്ന മുലകള്. അതായത് നിന്റെ അമ്മയുടെ ശരീരം അത്രയും ഭാഗ്യപ്പെട്ടതാണ്. നിന്റെ അമ്മയുടെ ശരീരം ഞാനത് ആവർത്തിക്കുന്നതിന് കാരണം മറിയം ഉടലോടെ സ്വർഗത്തിൽ പോയതിന് വലിയ ശക്തമായ തെളിവാണ്, തിരുവചനത്തെ തെളിവാണിത്. നിന്റെ അമ്മയുടെ ശരീരം ഭാഗ്യപ്പെട്ടത്. അമ്മയുടെ ഉദരം, മുല എന്ന് വെച്ചാൽ ഉദരം മുല മാത്രമല്ല, ശരീരം മുഴുവൻ, അവളുടെ ദേഹം മുഴുവൻ, അത് ഭാഗ്യം ചെയ്തതാണ്. നീ അതിന്റെ ഉള്ളിലാണ് കിടന്നത്. ദൈവം തന്നെയായ പുത്രൻ അവളുടെ ഗർഭത്തിൽ കിടന്നു, അവന്റെ മുലകളാണ് കുടിച്ചത്. അതിനാൽ അവൾ ഭാഗ്യം ചെയ്ത സ്ത്രീയാണ്. അതിനെ അംഗീകരിച്ചുകൊണ്ട് യേശു പറയാണ്, തീർച്ചയായും, അതെ തീർച്ചയായും. പക്ഷേ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമുണ്ട് മറിയത്തിന്. എന്താണ്? ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവരത്രേ കൂടുതൽ ഭാഗ്യവാന്മാർ. അതായത് എനിക്ക് ശാരീരിക ജന്മം നൽകി എന്നുള്ളത് മഹാഭാഗ്യം തന്നെ. പക്ഷെ അതിനേക്കാൾ വലിയൊരു ആത്മീയ ഭാഗ്യമുണ്ട് മറിയത്തിന്. ദൈവത്തിന്റെ വചനം കേട്ട് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഗബ്രിയേൽ മാലാഖയോട് മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. മറിയം അനുസരിച്ചു, വിശ്വസിച്ചു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തേക്കാൾ, അതായത് ദൈവത്തിന്റെ വചനം കേട്ടത് പാലിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. ആ വചനം മറിയത്തിന് ചേരുന്ന അത്രയും വേറെ ആർക്കും ചേരില്ല. കാരണം തിരുവചനം അത്ര ശക്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ മറിയത്തിന്റെ ആത്മാവും ഭാഗ്യമുള്ളത് വിശ്വാസം മൂലം, മറിയത്തിന്റെ ശരീരം ഭാഗ്യമുള്ളത് യേശുവിനെ ഗർഭത്തിൽ വഹിക്കുകയും അവന് മുലപ്പാല് കൊടുക്കുകയും ചെയ്തതുകൊണ്ട്. ഇത് തിരുവചനമല്ലേ? നിന്റെ ശരീരം ഭാഗ്യപ്പെട്ടത്, നിന്നെ വഹിച്ച ഉദരവും നിനക്ക് മുലപ്പാല് തന്ന മുലകളും ഭാഗ്യമുള്ളവ എന്ന് തിരുവചനത്തിലല്ലേ ഉള്ളത്? അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, അതിനേക്കാൾ വലിയൊരു ഭാഗ്യം കൂടി മറിയത്തിനുണ്ട്. ദൈവത്തിന്റെ വചനം കേട്ടത് പാലിച്ച കൂടുതൽ ഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്താണ് മറിയം. ഇത്രയും തിരുവചനങ്ങളുടെ വെളിച്ചത്തില്, ഇതെല്ലാം തിരുവചനമാണ്, തിരുവചനം ബൈബിളില്. ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തില്
ഈ തെളിവുകളുടെയും വിശുദ്ധ പിതാക്കന്മാരുടെയും വേദശാസ്ത്രത്തിലും വ്യാഖ്യാനങ്ങളുടെയും വെളിച്ചത്തിൽ ആണ് 12 ജ്യൂസ് മാർപ്പാപ്പ ഇത് വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ കത്തോലിക്കര് മാത്രമല്ല, അകത്തോലിക്ക, പ്രോട്ടസ്റ്റന്റ്, ഓർത്തഡോക്സ്, യാക്കോബായ, അതുപോലെ മറ്റു ഓർത്തഡോക്സ് സഭകൾ മാത്രമല്ല, പ്രോട്ടസ്റ്റന്റ് സഭകളിൽ ലൂതറൻസ്, ആംഗ്ലിക്കൻസ് ഒക്കെ ഈ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്തീയ പാരമ്പര്യമുള്ളവരൊക്കെ ഈ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. 2-3 കാര്യങ്ങൾക്ക് ഒരു പെട്ടെന്ന് പറഞ്ഞു. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 963 മുതൽ 966 വരെ രക്ഷകന്റെ അമ്മ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് സംഗ്രഹിച്ചിരിക്കുകയാണ്. ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ രക്ഷകന്റെ അമ്മ, ദൈവമാതാവ്, ക്രിസ്തുവിന്റെ അമ്മ, ക്രിസ്തുവിന്റെ അംഗങ്ങൾ, രക്ഷകന്റെ അമ്മ, ദൈവമാതാവ്, ക്രിസ്തുവിന്റെ അംഗങ്ങളുടെ അമ്മയാണ്. സഭയുടെ ശിരസായ യേശുവും അവന്റെ ശിഷ്യന്മാർ അംഗമായ സഭയിലെ ജനത്തിന് തന്റെ സ്നേഹത്താൽ സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ക്രിസ്തുവിന്റെ അമ്മയായ മറിയം സഭയുടെ മാതാവുമാണ്. സഭയിൽ മറിയത്തിന്റെ ദൗത്യം ക്രിസ്തുവുമായുള്ള ഐക്യതയിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. ക്രിസ്തുവുമായുള്ള ഐക്യതയിൽ നിന്ന് നേരിട്ട് ഉളവാകുന്നതാണ് മറിയത്തിന്റെ റോള്. രക്ഷാചരിത്രത്തിൽ തന്റെ പുത്രനോടുള്ള അമ്മയുടെ ഐക്യത ക്രിസ്തുവിനെ കന്യയുടെ ഗർഭത്തിൽ വഹിച്ചത് മുതൽ ക്രൂശാരോഹണം വരെ വളരെ വ്യക്തമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. തെളിവുകൾ ഇനി പറയേണ്ട കാര്യമില്ല, അത്ര അധികമുണ്ട്. ഉത്ഭവപാപത്തിന്റെ കറയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട അമലോത്ഭവ കന്യക തന്റെ ഭൗമിക ജീവിതത്തിന്റെ അവസാനത്തില് സ്വർഗീയ തേജസ്സിലേക്ക് ആത്മശരീരങ്ങളോട് എടുക്കപ്പെട്ടു. അതിന് തെളിവുകൾ ഞാൻ നൽകി കഴിഞ്ഞു, തിരുവചനത്തിലെ തെളിവുകൾ. അവിടെ പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തിയവനും കർത്താക്കന്മാരുടെ കർത്താവുമായ തന്റെ പുത്രനോട് പൂർണ്ണമായും അനുരൂപമാകാൻ വേണ്ടി എല്ലാത്തിന്റെയും രാജ്ഞിയായി അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം രാജ്ഞിയായി കർത്താവ് തന്നെ അവളെ ഉയർത്തി. അവളുടെ പുത്രന്റെ തിരുവുത്ഥാനത്തിൽ ഇതപരിതം ഉണ്ടായിട്ടില്ലാത്ത പങ്കുചേരണം മറ്റെല്ലാ ക്രിസ്ത്യാനികളുടെയും ഉത്ഥാനത്തിന് മുൻ ആസ്വാദനവുമാണ് മറിയത്തിന്റെ സ്വർഗ സംവഹനം. ഞാൻ തുടക്കത്തില് കോരിന്തോസ് സഭയ്ക്കിന്റെ പൗലോസ് ലേഖനത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണത്. കാനായില് മറിയം ചെയ്ത മാതൃസഹജമായ ഇടപെടൽ, അവർക്ക് വീഞ്ഞില്ല എന്ന് മറിയം പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് സമയമായിട്ടില്ല എന്ന് പറഞ്ഞവൻ സമയമായിട്ടില്ലെങ്കിൽ പോലും മറിയത്തിന്റെ വാക്ക് കേട്ട് അവിടെ മേൽത്തരം വീഞ്ഞുണ്ടാക്കി കൊടുത്തത്. മറിയം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ യേശു അവിടെ മേൽത്തരം വീഞ്ഞ് കൊടുക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞു മേൽത്തരം വീഞ്ഞ് പരിശുദ്ധാത്മാവിൻ പ്രതീകമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ചോദിക്കുക, അപ്പൊ അവർ കുടിച്ചത് പരിശുദ്ധാത്മാവിനെയാണോ എന്ന്. പ്രതീകം എന്ന വാക്കിന് അർത്ഥം അറിയാൻ പാടില്ല അവർക്ക്. പരിശുദ്ധാത്മാവിന്റെ പ്രതീകം എന്നാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവാണെന്നല്ല. മേൽത്തരം വീഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണെന്നാ പറഞ്ഞത്. സമയമാകാത്തവൻ സമയത്തിനുള്ളിൽ വരുന്നത് പരിശുദ്ധാത്മാവ് ദാനം നൽകാനാ. ആ ദാനത്തിന്റെ പ്രതീകമാണ് മേൽത്തരം വീഞ്ഞ് എന്നാണ് പറഞ്ഞത്. അതിന് തെളിവ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്തായില് പത്രോസ് പ്രസംഗിച്ചപ്പോൾ പുതുവീഞ്ഞ് കുടിച്ച് ഉന്മത്തരായിരിക്കുന്നു പറഞ്ഞു. പത്രോസ് പറഞ്ഞു പുതുവീഞ്ഞ് കുടിച്ചിട്ടല്ല, പരിശുദ്ധാത്മാവ് ചൊരിയപ്പെട്ടതാണ്. അപ്പൊ മേൽത്തരം വീഞ്ഞാണ്, പുതുവീഞ്ഞല്ല. മേൽത്തരം വീഞ്ഞെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ആ പരിശുദ്ധാത്മാവിന് നൽകുകയാണ് സഭ. മറിയത്തിന്റെ സ്ഥാനത്ത് നിന്ന് കർത്താവിൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പുരോഹിതൻ പറയുമ്പോൾ ദൈവം ആ പുരോഹിതൻ അനുസരിക്കുക. അങ്ങനെ അനുസരിക്കാമെന്ന് ക്രിസ്തു വാക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അങ്ങനെ കൽപ്പിച്ച് നിങ്ങളെ ഓർമ്മയ്ക്കായി ചെയ്യാന്ന് സ്ലീഹന്മാരെ കൽപ്പിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ വാക്ക് കേട്ട് പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദ്വിതീയാഗമനമാണ് അവന്റെ സമയം. ആ സമയമാകുന്നതിന് മുമ്പേ സഭയുടെ പ്രാർത്ഥന കേട്ട് പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ് യേശു ക്രിസ്തു. സമയമാകുന്നതിന് മുൻപേ മറിയത്തിന്റെ വാക്ക് കേട്ട് മേൽത്തരം വീഞ്ഞു കൊടുത്തത് പോലെ. അപ്പോൾ കാനായിലും മറിയം ചെയ്ത മാതൃസഹജമായ ഇടപെടല് ഇന്നും സ്വർഗത്തിൽ തുടരുന്നുവെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 975. ചുരുക്കത്തിൽ മറിയത്തിന്റെ സ്വർഗാരോഹണം ദൈവജനം ഏകദേശം 2000 സംവത്സരമായി ആഘോഷിച്ചിരുന്നു. മറിയത്തിന്റെ സ്വർഗ സംവഹനം ദൈവജനം 2000 വർഷം ആഘോഷിക്കുന്നുണ്ട്. അത് വിശ്വാസത്യമായി പ്രഖ്യാപിച്ചത് 1950 മാത്രം. മറ്റു വാക്കുകൾ പറഞ്ഞാൽ മാർപ്പാപ്പ ഇത് പ്രഖ്യാപിച്ചത് കൊണ്ടല്ല ഈ തിരുനാൾ സഭയിൽ ഉണ്ടായത്. മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് കൊണ്ടല്ല ഈ തിരുനാൾ സഭയിൽ ഉണ്ടായത്.
സഭയിലുണ്ടായിരുന്ന വിശ്വാസത്തെ സത്യമായി ഡോക്മയായി പ്രഖ്യാപിക്കുക മാത്രമായിരുന്നു മാർപ്പാപ്പ. ചുരുക്കത്തിൽ വിശ്വാസത്തിന്റെ ലിറ്റർജി മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഓക്കെ ഇതൊക്കെ സമ്മതിച്ചു. മറിയം സ്വർഗസമ്മോഹനം ചെയ്തു, ആത്മശരീരം കൊണ്ട് സ്വർഗസമ്മോഹനം ചെയ്തു. ബൈബിളിൽ തെളിവുണ്ട്, ചരിത്രത്തിൽ തെളിവുണ്ട്, വിശ്വാസത്യമായി സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കുള്ള സന്ദേശം എന്താണ്? രണ്ട് സന്ദേശം പറയാണ്. ഒന്ന്, സ്വർഗത്തിൽ അനേകം മുറികളുണ്ട്, നിങ്ങൾക്കൊരു മുറി ഒരുക്കാൻ ഞാൻ പോകുന്നു. യോഹന്നാൻ 14:2. സ്വർഗത്തില് ദൈവത്തില് മനുഷ്യനൊരു മുറിയുണ്ട്. ദൈവം തന്നെയാണ് സ്വർഗത്തിലുള്ള മനുഷ്യന്റെ വാസസ്ഥലം. ദൈവം തന്നെയാണത്. സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പര്യായ പദ. സ്വർഗത്തിൽ അനേകം മുറികളുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ അനേകം മുറികളുണ്ട്, ദൈവത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ദൈവത്തിന്റെ സ്ഥലമുണ്ട്, ദൈവത്തിൽ ദൈവികമായ ദൈവത്തിന്റെ സ്ഥലമുണ്ട്. ദൈവം തന്നെയാണ് മനുഷ്യന്റെ യഥാർത്ഥ വീട്. ദൈവത്തോട് സഹകരിച്ചും യോജിച്ചും പ്രവർത്തിച്ച മറിയം നമ്മിൽ നിന്നും വളരെ അകലം പാലിച്ചു പോയിരിക്കുകയല്ല. അറിയപ്പെടാത്ത ഏതോ ഗ്രഹത്തിലേക്കോ ഗാലക്സിയിലേക്കോ അല്ല മറിയം പോയിരിക്കുന്നത്. ദൈവത്തെ സമീപിക്കുന്നവര് ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണല്ലോ. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നവര് അവന്റെ ഹൃദയത്തോട് അടുക്കും. മറിയവും ദൈവത്തോട് യോജിച്ചതിനാൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലാണ്ട് അറിയപ്പെടാത്ത ഒരു ഗ്രഹത്തിലേക്കല്ല അവള് പോയിരിക്കുന്നത്, അറിയപ്പെടാത്ത ഗാലക്സിയിലേക്കല്ല, ദൈവത്തിന്റെ അടുത്താണ് അവള്. അതുകൊണ്ട് തന്നെ നമുക്ക് സമീപസ്ഥയാണ്. ദൈവത്തിന്റെ സന്നിധിയിലാണ് മറിയം എന്നതിനാൽ ദൈവം നമുക്ക് സമീപസ്ഥയാണ്. ദൈവത്തോട് സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നതിനാൽ മറിയത്തിന്റെ ഹൃദയം വളരെ വിശാലമാണ്. അവിടെ നമുക്ക് എല്ലാവർക്കും സ്ഥാനമുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ മനുഷ്യനൊരു മുറിയുണ്ട്. ദൈവം തന്നെയാണ് മനുഷ്യന്റെ വാസസ്ഥലം. ദൈവത്തിന്റെ സ്ഥലമുണ്ട്. ദൈവം തന്നെയാണ് മനുഷ്യന്റെ യഥാർത്ഥ വീട്. ആ ദൈവം തന്നെ യഥാർത്ഥ വീടാണെങ്കിൽ അതിൽ ദൈവത്തെ യോജിച്ചിരിക്കുന്ന ഒരാളാണ്, ഏറ്റവും യോജിക്കുന്ന ആളാണ് മറിയം. അതിനാൽ മറിയം നമ്മിൽ നിന്ന് വളരെ അകലെയല്ല, സമീപസ്ഥയാണ്. മാത്രമല്ല അവൾ ദൈവത്തോട് യോജിച്ചിരിക്കുന്നതിനാൽ വളരെ വലിയ ഹൃദയ വിശാലതയുണ്ട്. അവിടെ നമുക്കൊരു മുറിയുണ്ട്. ഒന്ന്. രണ്ട്, വിപരീത ദിശയില് മനുഷ്യനിൽ ദൈവത്തിനും മുറിയുണ്ട്. മനുഷ്യനിൽ ദൈവത്തിനൊരു മുറിയുണ്ട്. മനുഷ്യനിൽ സ്വർഗത്തിനൊരു മുറിയുണ്ട്. മറിയത്തില് ദൈവം മനുഷ്യനായി കിടന്നില്ലേ? മറിയത്തിനുള്ളിൽ ദൈവം മനുഷ്യനായി കിടന്നില്ലേ? പേടകത്തിന് മുകളിൽ ദൈവം സന്നിഹിതനായി ഒരു പ്രതീക രൂപത്തിൽ സന്നിഹിതനായിരുന്നത് പോലെ ആയിരുന്നു. മറിയത്തിൽ അത് മനുഷ്യരൂപത്തില് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന തരത്തിൽ മനുഷ്യരൂപത്തിലായിരുന്നു മറിയത്തിനുള്ളില്. പേടകത്തിന് മുകളിലെ പോലെയല്ല. പേടകത്തിന് മുകളിൽ ഒരു പ്രതീകമാണ്. മറിയത്തിൽ അത് യാഥാർത്ഥ്യമാണ്, കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന തരത്തില്. ഇതുപോലെ മറിയത്തിനുള്ളിൽ ദൈവം തന്നെയായ പുത്രൻ കിടന്നതുപോലെ നമ്മുടെ ഉള്ളിലും ദൈവത്തിന്റെ വാസസ്ഥലമുണ്ട്, നമ്മളിൽ ദൈവത്തിന്റെ വാസസ്ഥലമുണ്ട്. അതിനാൽ തന്നെ ലോകത്തിന് വെളിച്ചമായിരിക്കാൻ നമുക്ക് പറ്റും. ഈ വാസസ്ഥലം സാക്ഷാത്കരിക്കപ്പെടുന്നത് വിശ്വാസം കൊണ്ടാണ്. ദൈവത്തിന് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സ്ഥലം, ആ മുറി സജ്ജമാക്കപ്പെടുന്നത് വിശ്വാസം മൂലമാണ്. അതായത് നമ്മുടെ അസ്തിത്വം, നമ്മുടെ ജീവിതം ദൈവത്തിനായി തുറന്നു കൊടുക്കുക, അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദ ഡോർ ഓഫ് ഫെയ്ത്ത്. നമ്മുടെ ജീവിതം, നമ്മുടെ അസ്തിത്വം ദൈവത്തിനായി തുറന്നു കൊടുക്കുക, അതിന് വിശ്വാസം എന്ന് പറയണേ. അങ്ങയുടെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് മറിയം പറഞ്ഞതുപോലെ അങ്ങയുടെ തിരുകടം എന്നിലാകട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിനായി വിശ്വാസത്തിന് വാതിൽ തുറന്നു കൊടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ദൈവം തന്നെ നമ്മിൽ മാംസവും രക്തമായും താമസിക്കുന്നു. വിശുദ്ധ കുർബാന നാം സ്വർഗമായി മാറുന്നു. മറിയത്തിനുള്ളിൽ ദൈവം തന്നെയായ പുത്രൻ കിടന്നതുപോലെ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ അവൻ മാംസവും രക്തവുമായി വരുന്നു. കത്തോലിക്കരെ, നിങ്ങളാണ് സ്വർഗം, നിങ്ങളാണ് ജീവിക്കുന്ന സക്രാരി. ദൈവത്തിന്റെ ഉടമ്പടിയുടെ പേടകം മറിയത്തെ നമുക്ക് അമ്മയായി നൽകി കുരിശിന്റെ താഴെ യേശു. അപ്പൊ നമ്മളും മറിയത്തിന്റെ മക്കളാണ്. മറിയത്തിന്റെ മക്കൾ എന്ന നിലയിൽ ദൈവത്തിന്റെ ഉടമ്പടി പേടകമെങ്കിൽ നമ്മളും ഉടമ്പടിയുടെ പേടകമാണ്. പക്ഷെ മറ്റൊരർത്ഥത്തിലാണെന്ന് മാത്രം. അതായത് അവളിൽ ശരിക്കും മനുഷ്യ രൂപത്തിലായിരുന്നു, നമ്മിൽ ഉത്ഥാനം ചെയ്ത കർത്താവാണ് വരണേ. ഒരാൾ തന്നെ അവളിൽ മനുഷ്യരൂപത്തിലായിരുന്നു, നമ്മിൽ ഉത്ഥാനം ചെയ്ത കർത്താവ്, ഒരേ കർത്താവ് തന്നെ. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ഉടമ്പടിയും സക്രാരിയുമാണ്, സഞ്ചരിക്കുന്ന ചലിക്കുന്ന സക്രാരി. സ്വർഗസമ്മോഹനത്തിന്റെ നമ്മളുടെ പ്രസക്തി മനസ്സിലായോ?
ദൈവത്തിൽ നമുക്കൊരു മുറിയുണ്ട്, നമ്മിൽ ദൈവത്തിനൊരു മുറിയുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കുക, അപ്പോൾ ഞാനും പിതാവും വന്ന് വാസമുറപ്പിക്കും. സ്വർഗം നമ്മിലേക്ക് വരികയാണ്. നാം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതിന് മുമ്പ് സ്വർഗം നമ്മിലേക്ക് വരികയാണ്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് മറിയം. ഇങ്ങനെ തിരുവചനങ്ങളിലും സഭയുടെ ആദ്യന്ത ചരിത്രത്തിലും പിന്നെ വിശ്വാസത്തിന്റെ രൂപത്തിലും മറിയത്തിന്റെ മോക്ഷക്കാരേട്ടം സ്വർഗസംവഹനം ഗംഭീരമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ നമുക്ക് ഈ ദൈവത്തിൽ സ്വർഗത്തിൽ നമുക്കൊരു മുറി ഉള്ളതുപോലെ ഇപ്പോ നമ്മിൽ സ്വർഗത്തിന് ഒരു മുറി ഒരുക്കാം. ആ മുറി രണ്ട് തരത്തില്, ഒന്ന് വചനം പാലിച്ചുകൊണ്ട്, മറ്റൊന്ന് കുർബാന സ്വീകരിച്ചുകൊണ്ട്. അങ്ങനെ വചനത്തിലും കൂദാശയിലും നമ്മൾ ദൈവത്തിന്റെ ഉടമ്പടി പേടകമായി സക്രാരിയായി ജീവിക്കുന്ന, സഞ്ചരിക്കുന്ന, ചലിക്കുന്ന സക്രാരിയായി രൂപാന്തരപ്പെട്ട് സകല മനുഷ്യർക്കും വെളിച്ചമായി അവരെയെല്ലാം ഈ വെളിച്ചത്തിൽ കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങള്, പ്രാർത്ഥനകള് നമുക്ക് നടത്താം.